ഒരു വീട്ടമ്മയിൽ നിന്ന് ഒരു ഫുൾ ടൈം ഫൗണ്ടർ ആൻഡ് സിഇഒ. ലെറ്റ് മീ വെൽക്കം മിസ്സസ് സ്മിത ഷാജി ഓൺ ടു സ്റ്റഡി അബ്രോഡ് അൺഫിൽറ്റർഡ്. 18 ഇയേഴ്സ് ആയി എന്നുള്ളത് ഒട്ടും ഫീൽ ചെയ്യുന്നില്ല. വളരെ പെട്ടെന്ന് കടന്നുപോയ കാലങ്ങളാണ് അതൊക്കെ. എനിക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, എങ്ങനെ ഒരാൾക്ക് എംബസിയിൽ അപ്ലൈ ചെയ്ത് വിസ എടുക്കാം, എങ്ങനെ US-ലെത്താം, എങ്ങനെ കാനഡയിലെത്താം, അതിൻ്റെ ആ പ്രോസസ്സ് പഠിക്കാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. സ്വന്തമായി ചെയ്യാം, സ്വന്തം ബ്രാൻഡ് നെയിമിൽ ചെയ്യാമെന്നൊരു ഡിസിഷൻ എടുത്തു. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഓഫീസ് സ്പേസ് എടുക്കുന്നു. ഒരു 200 സ്ക്വയർ ഫീറ്റ് ഓഫീസ് സ്പേസ് എടുത്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പേരിടാനൊന്നും എനിക്ക് ഒരു ഐഡിയയും ഇല്ല അന്നത്തെ കാലം. അപ്പോൾ ഹസ്ബൻഡിന്റെ സജഷൻ ആയിരുന്നു, ഒന്നും ആലോചിച്ചില്ല, കണ്ണും പൂട്ടിയത് സ്വീകരിച്ചു, തുടങ്ങി. അതാണ് സ്പാൻ ഇന്റർനാഷണലിന്റെ തുടക്കം. Hello all, welcome back to another beautiful episode of Study Abroad Unfiltered with Kirtana. And today we have a very special guest who is none other than the CEO and founder of Span International Education. So, കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം നമ്മൾ ഓരോ സ്റ്റുഡൻസിൻ്റെ റിയൽ ലൈഫ് സ്ട്രഗിൾസ് റിഗാർഡിങ് സ്റ്റഡി അബ്രോഡ് ജേർണീസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷെ ഇന്ന് നമുക്ക് ഈ ഒരു സ്റ്റഡി അബ്രോഡ് ജേർണിയിൽ തന്നെ ഏറ്റവും ക്രൂഷ്യൽ റോൾ പ്ലേ ചെയ്യുന്ന ഒരു എൻറ്റിറ്റിയാണ് ഒരു ഏജൻസി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളുടെ സ്വന്തം ഏജൻസിയായ സ്പാൻ ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ്റെ CEO ഇന്ന് ഇവിടെ ഗസ്റ്റായിട്ട് വരുമ്പോൾ ഐ ആം സോ ഈഗർ ടു നോ ഹെർ സൈഡ് ഓഫ് സ്റ്റോറി. അതായത് എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സിൻ്റെ ഹോൾ ബിഹൈൻഡ് ദ സീൻസ് വരുന്നത്. ആൻഡ് അബവ് ഓൾ ഓഫ് ദാറ്റ് ഷീ വാസ് എ മദർ, ഷീ വാസ് എ ഹോം മേക്കർ. ഒരു വീട്ടമ്മയിൽ നിന്ന് ഒരു ഫുൾ ടൈം ഫൗണ്ടർ ആൻഡ് CEO ആയതിൻ്റെ ആ ഒരു ജേർണിയും കൂടെ അറിയാനുള്ള ഒരു വലിയൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഐ ഹാവ് ദിസ് ബ്യൂട്ടിഫുൾ പേഴ്സണാലിറ്റി ടുഡേ വിത്ത് മീ ആസ് our ചീഫ് ഗസ്റ്റ് ഓഫ് ദ ഡേ. സോ വിതൗട്ട് എനി ഫർദർ അഡു, ലെറ്റ് മീ വെൽക്കം മിസ്സസ് സ്മിത ഷാജി ഓൺ ടു സ്റ്റഡി അബ്രോഡ് അൺഫിൽറ്റർഡ്. താങ്ക് യു കീർത്തന. യെസ്, സോ ഐ എം സോ ഗ്ലാഡ് ടു ഹാവ് യു ഹിയർ. കാരണം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചോദിച്ചറിയാനുണ്ട്. ഒന്നാമത് ആ ഒരു പ്രോസസ്സസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡി അബ്രോഡ് ജേർണിയിൽ വരുന്ന ഒരുപാട് ബിഹൈൻഡ് ദ സീൻസ് കാര്യങ്ങൾ ഒരു ഏജൻസി എന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുന്ന ഒരു ആളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡാണ്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് യുവർ റിയൽ ലൈഫ് ജേർണി, അതായത് ഒരു വീട്ടമ്മയിൽ നിന്ന് ഒരു ഫൗണ്ടറായി മാറിയതിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു കഥ, ആ ഒരു യാത്ര, 18 വർഷത്തോളം ഒരു CEO ആയിട്ട് അങ്ങനെ നമ്മൾ ഒരു ലെഗസി ഇവിടെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പുറകെയുള്ള എല്ലാ കഥകളും സ്ട്രഗിൾസും അതുപോലെ തന്നെ ചാലഞ്ചസും എല്ലാം ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അറിയാനായിട്ട്. സോ എങ്ങനെയാണ് ഈ ഒരു തോട്ട് വരുന്നത്, ഒരു വീട്ടമ്മയിൽ നിന്ന് ഒരു വെഞ്ചർ, ഒരു ബിസിനസ്, ഒരു സ്ഥാപനം തുടങ്ങാനുള്ള ഒരു ധൈര്യം എങ്ങനെയാണ് അത് സംഭരിച്ച് അങ്ങനെ ഒരു സ്റ്റെപ്പിലേക്ക് എത്തുന്നത്? ഐ ജസ്റ്റ് വോണ്ട് ടു നോ വാട്ട് വർ യുവർ ഫസ്റ്റ് സ്റ്റെപ്സ് ഇൻ ബിൽഡിംഗ് സ്പാൻ ഇന്റർനാഷണൽ. എനിക്ക് 18 ഇയേഴ്സ് ആയി എന്നുള്ളത് ഒട്ടും ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾ ചോദിക്കുമ്പോഴാണ് 18 ഇയേഴ്സ് ആയെന്ന് ഞാൻ അങ്ങനെ തിരിച്ചറിയുന്നത്, അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. വളരെ പെട്ടെന്ന് കടന്നുപോയ കാലങ്ങളാണ് അതൊക്കെ. പിന്നെ നമ്മൾ വലിയൊരു ബിസിനസ് തുടങ്ങണം, അത് ഒരു പ്ലാൻ ചെയ്ത് വന്നതല്ല. എനിക്ക് ആഫ്റ്റർ മാരേജ് ഒരു കരിയർ സെറ്റ് ചെയ്യണം, അത് ഉണ്ടായിരുന്നു മനസ്സിൽ. അപ്പോൾ 1-2 ജോലിയൊക്കെ നോക്കി. പക്ഷെ എനിക്ക് കുട്ടികളെയൊക്കെ വെച്ച് അത് മാനേജ് ചെയ്യാൻ പറ്റിയില്ല. അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. ആ ഒരു സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. എന്തായാലും രണ്ടുപേരും സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി. ഫ്രീ ആവാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സമയം വന്നപ്പോൾ ഒരു ജോലി എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ. ബിസിനസ് എന്നുള്ളത് ഒട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജോലി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഫാമിലിന്ന്, ഹസ്ബൻഡിന്റെ സൈഡിൽ നിന്ന് ജോലിക്ക് വിടാനുള്ള യാതൊരു സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല. ആളിപ്പോഴും പറയും, നീ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണതിനെ പറ്റി ചിന്തിക്ക്. ബിസിനസ് എന്നുള്ളൊരു വേർഡ് അല്ല ഉദ്ദേശിക്കുന്നത്, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണതിനെ പറ്റി ചിന്തിക്ക്, അങ്ങനെയാണ് പറയാറ്. അപ്പോൾ ഞാൻ പറയും, അങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാൻ ഒരു റിസ്ക് അല്ലേ, എനിക്ക് റിസ്ക് വേണ്ട, കംഫർട്ട് സോണിൽ പോകണം എന്ന രീതിയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ജോലിനെ പറ്റി ചിന്തിച്ച് ആദ്യം ഒരു ജോലിയായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ, പക്ഷേ എനിക്കത് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. 1 വർഷമൊക്കെയാണ് എനിക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് ഒരു ബ്രേക്ക് എടുത്തിട്ട് ബിസിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു
10 സ്റ്റാഫിനെയൊക്കെ വെച്ചിട്ട് ഓ ഒരു BPO കമ്പനിയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഡാറ്റ എൻട്രി വർക്കൊക്കെ ആയിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അത് ആള് തന്നെ നിർബന്ധിച്ചാണ് തുടങ്ങിയത്. ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ നിർബന്ധിച്ച്. അഡ്വൈസ് പ്രകാരമാണ് തുടങ്ങിയത്. പക്ഷെ എന്നാലും അത്യാവശ്യം ഒരു 10 ആളെ വെച്ച് ഒരു ആ സ്ഥാപനം ആദ്യമേ തുടങ്ങാന്ന് പറഞ്ഞ ഒരു റിസ്ക് അല്ലേ? അതെ. തുടക്കത്തില് നമുക്ക് സത്യം പറഞ്ഞാ ഇങ്ങനെ ഒരു 10 പേരെ വെച്ച് അത്യാവശ്യം നന്നായി ഇൻവെസ്റ്റ് ചെയ്ത് അന്നത്തെ കാലത്ത് ഒരു 2005 ഉം. നമ്മളൊരു 4, 5 ലാക്സ് അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് ഉം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആളുടെ 100% സപ്പോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഓൺ സ്പേസ് ആണ്. പക്ഷേ ഉം. ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും അറിയില്ല. മുന്നോട്ട് ഇത് എങ്ങനെ പോവും ഒന്നും അറിയില്ല. ബ്ലാങ്ക് ആയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ അത് 1 വർഷം നിന്നുള്ളൂ. 1 വർഷത്തിനുള്ളിൽ തന്നെ അത് വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു. അത്രയും ഫണ്ട് നമ്മുടെ എയറിൽ കയറിയ അവസ്ഥയായിരുന്നു. പക്ഷേ ആ ഒരു അവസ്ഥയിൽ നമ്മളിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ചിന്തിക്കുന്നത് എന്തായാലും ഈ ഫണ്ട് നമുക്ക് തിരിച്ചു പിടിക്കണം. ഒരു വാശി. അതെ. ഒരു ബിസിനസ് ഇങ്ങനെ ആയി. അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ടും പ്ലാൻ ചെയ്യാണ്ടും തുടങ്ങിയതാണ്. അതും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ എന്തായാലും ആ ഫണ്ട് തിരിച്ചു പിടിക്കണം എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും സെർച്ച് ചെയ്യാണ്. അടുത്ത കാര്യങ്ങൾ സെർച്ച് ചെയ്യാണ്. അപ്പോൾ തൃശ്ശൂർ എനിക്ക് 2 കമ്പനികളിൽ എനിക്ക് ഇന്റർവ്യൂ പാസ്സായി ജോലി കിട്ടി. ഒന്ന് സ്റ്റഡി അബ്രോഡും 2 റിലയൻസിലുമായിരുന്നു കിട്ടിയത്. അപ്പോൾ സ്റ്റഡി അബ്രോഡിൽ കിട്ടുന്ന സാലറിയുടെ ഇരട്ടി ഉണ്ടായിരുന്നു റിലയൻസിൽ. പക്ഷെ ഞാൻ സ്റ്റഡി അബ്രോഡ് ചൂസ് ചെയ്തു. സ്റ്റഡി അബ്രോഡും മൈഗ്രേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ചൂസ് ചെയ്തു. ചൂസ് ചെയ്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. എങ്ങനെ ഒരാൾക്ക് എംബസിയിൽ അപ്ലൈ ചെയ്ത് വിസ എടുക്കാം, എങ്ങനെ US-ലെത്താം, എങ്ങനെ കാനഡയിലെത്താം, എങ്ങനെ ഓസ്ട്രേലിയയിലെത്താം. അങ്ങനെ ഒരുപാട് പേര് ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ പുറത്ത് ഉണ്ട്. അവരൊക്കെ എങ്ങനെ അവിടെ എത്തി, അതിൻ്റെ ആ പ്രോസസ്സ് പഠിക്കാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് മാത്രമാണ് നമ്മൾ സാലറി നോക്കാതെ ആ കമ്പനിയിൽ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് ഒരു 2 മാസം കൊണ്ട് തന്നെ നമുക്ക് ഫീൽഡ് പഠിച്ചു. വെറും 2 മാസത്തോണ്ട് തന്നെ വർക്ക് പഠിച്ചു. വർക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഡെയിലി വീട്ടിൽ നിന്ന് റെഡിയായി ചാലക്കുടിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ഇറങ്ങുമ്പോൾ ഹസ്ബൻഡ് പറയും, നീ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നിനക്ക് എന്താ റിസൾട്ട് ഉള്ളേ? വളരെ ചെറിയ സാലറി അല്ലേ ഉള്ളൂ. ഈ കഷ്ടപ്പെടുന്നതിന് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യണം. സ്വന്തമായിട്ട് എന്തെങ്കിലും ആലോചിച്ചുകൂടെ? അപ്പോൾ ഞാൻ ഒന്നും മിണ്ടാണ്ടാണ് റെഡിയായി പോകണം. നല്ല സ്ട്രഗിൾ ഉണ്ട്. കാരണം ചെറിയ കുട്ടികളെ സ്കൂളിൽ വിടണം, അതിലെല്ലാം ചെയ്ത് റെഡിയായി ഇറങ്ങുമ്പോൾ ആ സ്ട്രഗിൾ എനിക്ക് ഇപ്പോഴും കാണാൻ പറ്റും. ഓടിപ്പാഞ്ഞ് ട്രെയിൻ പിടിച്ച് പോണ സ്ട്രഗിൾ. അപ്പോൾ ആ സിറ്റുവേഷനിൽ അവിടെ നിന്നാണ് ഇങ്ങനെ പറയുന്നത്, നീ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് റിസൾട്ട് ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞ് ഒരു ഫ്രാഞ്ചൈസി ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. ഇങ്ങോട്ട് വന്നതാണ്. ഇങ്ങോട്ടൊരു ഫ്രാഞ്ചൈസി ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞാനത് 2 കൈകൊണ്ടും സ്വീകരിച്ചു. അങ്ങനെ നമ്മൾ ഒരു ഫ്രാഞ്ചൈസി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴും ബിസിനസ് എന്ന് പറഞ്ഞ പ്ലാനൊന്നും എൻ്റെ മുമ്പിലില്ല. അവരൊരു സപ്പോർട്ട് ഉണ്ടല്ലോ അല്ലേ? അവര് തന്നു, ഒരു ഓപ്പർച്യൂണിറ്റി തന്നു. അവിടെ നന്നായി വർക്ക് ചെയ്യുക. മനസ്സിലായി. നന്നായി വർക്ക് ചെയ്തു. ഒരു 6 മാസം കൊണ്ട് തന്നെ 100+ സ്റ്റുഡൻസിനെ നമുക്ക് ഓസ്ട്രേലിയക്ക് വിടാൻ പറ്റി. അപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് കിട്ടി. കാരണം നമുക്കൊന്നും അറിയാതെ എന്താ പറയുക, സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങിയ ഒരു ഫീൽഡ്. അതിൽ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് വരുന്നു. നല്ല റൂളുള്ള സമയമായിരുന്നു. ഈസി ആയിട്ട് പോകാൻ പറ്റിയ സമയമായിരുന്നു. ഞാൻ അത് ആലോചിക്കായിരുന്നു. ഇപ്പോൾ ഓസ്ട്രേലിയക്ക് ഒരു വിസ കിട്ടാനായിട്ടുള്ള കടമ്പകൾ വെച്ച് നോക്കുമ്പോൾ കുറേ പ്രോസസ് ഉണ്ട്. 6 മന്ത്സിൽ 100+ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു അതിശയമാണ്. എസ്പെഷ്യലി ടു ഓസ്ട്രേലിയ ഗിവൻ ദ കറന്റ് സിനാരിയോ. ഈ പക്ഷേ സിറ്റുവേഷൻ അന്നത്തെ ഓസ്ട്രേലിയ ചെയ്യുന്നവർക്ക് അറിയുണ്ടാവും. ഈ സിറ്റുവേഷൻ അല്ല അന്നത്തെ ഓസ്ട്രേലിയയുടെ സിറ്റുവേഷൻ. നമുക്ക് ഏതൊരാൾക്കും ഫാമിലി ആയിട്ട് ഇപ്പോൾ എത്ര കുട്ടികളുണ്ടെങ്കിലും ഒരു വിസ ഫീസിൽ തന്നെ അപ്ലൈ ചെയ്ത് പോകാൻ പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നു. ഒരാൾക്കുള്ള സ്റ്റുഡന്റ് വിസയാണോ? സ്റ്റുഡന്റ് വിസ. ഓക്കെ. അപ്പോൾ ഒരാൾ അപ്ലൈ ചെയ്താൽ ഫുൾ ഫാമിലീനെ കൊണ്ടുപോകാൻ പറ്റിയ ഈസി റൂൾസ് ഉള്ള സിറ്റുവേഷൻ ആയിരുന്നു. നല്ല ഈസി റൂൾസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇങ്ങനെ എന്താ പറയുക, വരിയായി വന്ന് രജിസ്റ്റർ ചെയ്തു. ഇഷ്ടംപോലെ കയറി പോകുന്ന സിറ്റുവേഷൻ ആയിരുന്നു. ഫ്രാഞ്ചൈസി കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് അത് നമുക്ക് 1 വർഷം കൊണ്ട് തന്നെ വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു. അതേ സിറ്റുവേഷനിൽ അങ്ങനെ പോകുമ്പോൾ ഓസ്ട്രേലിയ റൂൾസും ടഫ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് വീണ്ടും ഇങ്ങോട്ട് തന്നെ ഒരു കാനഡ PR-ന്റെ ഒരു ഫ്രാഞ്ചൈസി നമുക്ക് ഓപ്ഷൻ ഇങ്ങോട്ട് വന്നു. നമുക്ക് എന്ത് ചെയ്യണം അടുത്തത്? ഈ ഫ്രാഞ്ചൈസി നമ്മൾ വൈൻഡപ്പ് ചെയ്തു. ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി നമുക്ക് കാനഡ പെർമനന്റ് റെസിഡന്റ് വിസയുടെ കാനഡ മൈഗ്രേഷൻ, അതും ഇങ്ങോട്ട് തന്നെ വന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് അപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ 5 വർഷം കൊണ്ട് കിട്ടിയിരുന്ന പെർമനന്റ് റെസിഡന്റ് വിസ ഒരു 1 ഇയറിൽ കിട്ടുന്ന റൂളായിരുന്നു. അപ്പോൾ നമ്മൾ ചിന്തിച്ചു ആ തുടക്കം, ഇത് പ്രശ്നം വരുമോ, അത് ടഫായിരിക്കുമോ, കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുമോ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു. പക്ഷെ നമ്മൾക്ക്
വന്ന ഫയൽസൊക്കെ വിത്തിൻ 1 ഇയർ തന്നെ കയറിപ്പോയി തുടങ്ങി. തുടക്കം ഒരു ഡൗട്ട്ഫുള്ളായിട്ടാണ് നമ്മൾ തുടങ്ങിയത്. കാരണം മൊത്തത്തിൽ കാനഡ PR 5 വർഷം എടുക്കുമെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. സ്റ്റുഡന്റ് വിസ പോലെ പെട്ടെന്ന് പോവില്ല എന്നാണ്. പക്ഷേ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരു വിത്തിൻ 1 ഇയർ എല്ലാവർക്കും വിസ കിട്ടിപ്പോയി തുടങ്ങി. പിന്നെ 6 മന്ത്സ് കൊണ്ട് വിസ കിട്ടിപ്പോയി തുടങ്ങി. ഫാമിലി ആയിട്ടാണോ? ഫാമിലി ആയിട്ട് കാനഡയ്ക്ക് PR ആയിട്ട് that's so പോകാൻ nice. പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം അങ്ങനെ അതും ഈ പറഞ്ഞ പോലെ ഒരു വർഷത്തിൽ 100-ലധികം ഫാമിലികളെ നമുക്ക് വിടാൻ പറ്റുന്നു. അതും ഫ്രാഞ്ചൈസി ആയിരുന്നു. സ്വന്തം സ്ഥാപനം എന്ന് പറയാൻ പറ്റില്ല. വേറൊരു കമ്പനിയുടെ ഫ്രാഞ്ചൈസിയാണ് എടുത്ത് നടത്തിയത്. ഫ്രാഞ്ചൈസി ആകുമ്പോൾ കുറേ സർവീസ് ഇഷ്യൂസ്, സപ്പോർട്ട് ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ വന്ന് വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ മൂന്നാമത്തെ കാര്യം ഞാൻ ചിന്തിച്ചത് ഇനി ഒരിക്കലും ഒരു ഫ്രാഞ്ചൈസിയിലേക്ക് പോവില്ല എന്നുള്ളതായിരുന്നു. സ്വന്തമായി ചെയ്യാം, സ്വന്തം ബ്രാൻഡ് നെയിമിൽ ചെയ്യാമെന്നൊരു ഡിസിഷൻ എടുത്തു. കാരണം നമ്മൾക്കൊരു 2 വർഷത്തെ എക്സ്പീരിയൻസിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് വന്നു. അതുവരെ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ നമ്മൾ സ്പാൻ ഇന്റർനാഷണൽ പേര് സജസ്റ്റ് ചെയ്തത് ഹസ്ബൻഡായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ബ്ലാങ്ക് ആയിട്ടിരിക്കുന്നത്, എന്ത് പേരിടണമെന്നോ ഒരു ഐഡിയ ഇല്ല. സ്വന്തമായിട്ട് തുടങ്ങുമ്പോൾ കയ്യിലാണെങ്കിൽ ഇഷ്ടംപോലെ ഫയൽസും ഉണ്ട്. ആ സമയത്ത് ഇഷ്ടംപോലെ ഫയൽസ് കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തുടങ്ങും വേണം. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഓഫീസ് സ്പേസ് എടുക്കുന്നു. ഒരു 200 സ്ക്വയർ ഫീറ്റ് ഓഫീസ് സ്പേസ് എടുത്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴത്തെ ഓഫീസുള്ള സെയിം ഫ്ലോറിൽ തന്നെ ഒരു 200 സ്ക്വയർ ഫീറ്റ് എടുത്തിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പേരിടാനൊന്നും എനിക്ക് ഒരു ഐഡിയയും ഇല്ല അന്നത്തെ കാലത്ത്. അപ്പോൾ ഹസ്ബൻഡിന്റെ സജഷൻ ആയിരുന്നു, ഒന്നും ആലോചിച്ചില്ല, കണ്ണും പൂട്ടി അത് സ്വീകരിച്ചു, തുടങ്ങി. അതാണ് സ്പാൻ ഇന്റർനാഷണലിന്റെ തുടക്കം. ഈ ഒരു സ്പാൻ ഇന്റർനാഷണൽ എന്ന് സ്വന്തം ബ്രാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒബിയസ്ലി ഫ്രാഞ്ചൈസ് ആകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സപ്പോർട്ട് ഉണ്ട് അല്ലെ, എന്ത് വന്നാലും ഹെൽപ്പിംഗ് ഹാൻഡ് ഉണ്ട്. പക്ഷെ വൺസ് യു ആർ ഓൺ യുവർ ഓൺ, കൺസിഡറിങ് ദാറ്റ് ദർ ആർ നോ അതർ പാർട്ട്നേഴ്സ് ഓർ ഡയറക്ടേഴ്സ് അതർ ദാൻ യുവർ ഹസ്ബൻഡ്, ആ സമയത്ത് എങ്ങനെ ഒരു ധൈര്യം വന്നു എന്നാണ് എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ളത്. കാരണം ദാറ്റ്സ് എ ബ്രേവ് സ്റ്റെപ്പ്. അല്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തുടങ്ങിയത് കാനഡ PR തന്നെയാണ് നമ്മൾ ചെയ്തത്. കാരണം നമ്മൾ 100-ലധികം ആൾക്കാരെ വിട്ടിട്ടുള്ള എക്സ്പീരിയൻസ്, പ്രോസസ് ഒക്കെ നന്നായി പഠിച്ചു. ആ ലേണിംഗ് സ്റ്റേജിൽ നമുക്ക് ഒരുപാട് പേരെ വിടാൻ പറ്റിയതുകൊണ്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് കിട്ടി, കോൺഫിഡൻസ് കിട്ടി. ആ കോൺഫിഡൻസിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് പേര് റെഫറൻസ് വഴി വന്നു. അപ്പോൾ റെഫറൻസ് വഴി വന്നപ്പോൾ റൂൾസ് ഭയങ്കര സിമ്പിളായി 6 മാസം കൊണ്ടൊക്കെ നമുക്ക് വിടാൻ പറ്റിയിരുന്നു, PR-ന് വിടാൻ പറ്റിയിരുന്നു. അപ്പോൾ നമ്മളുടെ ഓഫീസിലേക്ക് ഒരു സ്റ്റഡി അബ്രോഡ് എൻക്വയറി ആയിട്ട് ഒരാൾ വന്നാൽ നമ്മൾ പറയും, നിങ്ങൾക്ക് സ്റ്റഡി അബ്രോഡിന് ഒരു 20 lakhs ചിലവുണ്ട്, അല്ലെങ്കിൽ 10 lakhs ചിലവുണ്ട്. ഇവിടെ കാനഡ PR-ന് വെറും 1 ലക്ഷം രൂപ ചിലവുള്ളൂ. ഏറ്റവും ചിലവ് കുറഞ്ഞ അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് അവർക്ക് കൊടുക്കും. ഇപ്പോൾ സ്റ്റഡി അബ്രോഡ് ചോദിച്ചു വന്നാലും നമ്മൾ പെർമനന്റ് വിസയിൽ വിടും. മനസ്സിലായി. അല്ല, ആ സമയത്ത് എന്തുകൊണ്ടും അത് ഫിനാൻഷ്യലി ഭയങ്കര ലാഭമല്ലേ? അപ്പൊ ആ ഇത്രയും സമയത്ത് അവരൊക്കെ എൻക്വയറീസ് ഒക്കെ ഞെട്ടിപ്പോവും. കാരണം നമ്മൾ സ്റ്റഡി അബ്രോഡിന് വരുന്നു, ഡയറക്റ്റ് PR PR കിട്ടുന്നു. ആണോ വന്നത്? PR ആണ് മുമ്പിലേക്ക് കൊടുക്കണം നമ്മൾ. മനസ്സിലായി, കാരണം മനസ്സിലായി. അത്രയും ഈസി റൂൾസ് ആയിരുന്നു കാനഡ PR-ന്റെ ആ സമയത്ത്. ഓക്കെ. ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ നമുക്കൊരു 2015 വരെ നമുക്ക് ഈസി ആയിട്ട് PR കിട്ടുന്ന അവസ്ഥയിൽ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ നമ്മൾ തന്നെ UK, കാനഡ, അതുപോലെ യൂറോപ്യൻ കൺട്രീസ് ഒക്കെ വിസ എടുക്കാൻ പഠിച്ചു. എൻ്റെ ലേണിംഗ് പീരീഡ് ആയിരുന്നു അത്. ആദ്യത്തെ ഒരു 10 വർഷം എന്ന് തന്നെ പറയാം. 10 വർഷം പല പല കൺട്രീസ് പഠിക്കാൻ, എനിക്കൊരു ശരിക്കും പറഞ്ഞാൽ ഓരോ കൺട്രി പഠിക്കാനും ചെയ്യാനും ഉള്ള ഇൻട്രസ്റ്റ് കൊണ്ട് നമ്മൾ പുതിയ പുതിയ കൺട്രീസ് പഠിക്കുന്നു. ഇപ്പോൾ ഓസ്ട്രേലിയ, കാനഡ, UK, ഫ്രാൻസ്, സ്വീഡൻ, ജർമ്മനി, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കൺട്രീസ് പഠിക്കുന്നു. ആദ്യത്തെ ഒരു 10 വർഷത്തിൽ തന്നെ നമ്മളൊരു ഏകദേശം 10ഓളം കൺട്രീസ് പഠിച്ച് ചെയ്ത് ആ ഒരു കോൺഫിഡൻസിലെത്തി. 10 വർഷം പിടിച്ച ഒരു കോൺഫിഡൻസ് ഫുള്ളായിട്ട് വരാൻ. കുറേ കൺട്രീസൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് തോന്നിയത്, ഇത്രയും കൺട്രീസൊക്കെ ചെയ്യാൻ അറിയാം, ആര് വന്നാലും ഏത് കൺട്രിയും കൊടുക്കാൻ പറ്റും. അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച്, അവരുടെ നീഡ് അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു സ്റ്റേജിലായിരുന്നു. പക്ഷെ നമ്മളൊന്നും ഒരു ബിസിനസ്സായിട്ട് കണ്ടിട്ടേ ഇല്ല. നമ്മളൊരു സർവീസ് സെക്ടറിലിരിക്കുന്നു. നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടി അവർ പറയുന്ന കൺട്രിയിലേക്കുള്ള എല്ലാ സർവീസും ഗൈഡൻസും കൊടുത്തു വിടുന്നു. ഒരു ബിസിനസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പാൻഷൻ, നമുക്ക് കുറേ സ്റ്റുഡൻസിനെ പിടിക്കണം, ലാർജ് സ്കെയിലിൽ ചെയ്യണം, അങ്ങനത്തെ ഒരു ചിന്തകളോ ഇപ്പോൾ ഉണ്ടായിരുന്നില്ല. പുതിയതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം, നമുക്ക് വരുന്ന സ്റ്റുഡൻസിനെ നന്നായി ഹെൽപ്പ് ചെയ്യണം. മനസ്സിലായി. ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്ത് അവരുടെ മാക്സിമം സക്സസിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു മോട്ടീവ് ആയിരുന്നു ആദ്യമേ. ലാർജ് സ്കെയിൽ ഒരു പ്ലാനിങ്ങോ ബിസിനസ് ഇനിഷ്യലി എക്സ്പാൻഷനോ ഇല്ല. ഇനിഷ്യലി ഉണ്ടായിരുന്നില്ല. മനസ്സിലായി, ഇത് മനസ്സിലായി. ഇനീഷ്യലി എന്ന് പറഞ്ഞാൽ 10 years വരെ നമുക്ക് ഒരു ബിസിനസ് എക്സ്പാൻഷൻ, ബിസിനസ് അങ്ങനത്തെ ഒരു ചിന്തയേ ഇല്ല. നമുക്ക് മനസ്സിലായി. കുറച്ച് പേരാണെങ്കിലും അവരുടെ റെഫറൻസിൽ വരുന്ന ആൾക്കാർക്ക് നമുക്ക്
എന്നാലും നമുക്കൊരു 100+ വിസ എല്ലാ കൊല്ലവും ഉണ്ട്. മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്ത് എല്ലാവർക്കും അത്ഭുതം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയായിരിക്കും എല്ലാ ഫയലും ഉം. വെരിഫൈ ചെയ്ത് അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. സ്റ്റാഫ് ഉണ്ടെങ്കിലും എല്ലാ ഫയലും ഞാനൊന്ന് വെരിഫൈ ചെയ്യും. ഒരു സ്റ്റുഡന്റ് പോലും ഞാൻ അറിയാത്തതില്ല ആ പോകുന്നത്. സമയത്തല്ലേ? എല്ലാവർക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ മാക്സിമം ശ്രമിച്ചിരുന്നു, കൊടുത്തിരുന്നു. ഉം. അങ്ങനെ ഒരു 100% വിസ കിട്ടാന്നുള്ളൊരു ഒരു ടാർഗറ്റാണ് നമ്മൾ motive വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഉം. അല്ലാണ്ട് ഒരുപാട് വിസ എടുക്കണം എന്നുണ്ടായിരുന്നില്ല. ഒരു 100% വിസ സക്സസ് ഉണ്ടാവണം. ആ ഒരു ടാർഗറ്റ് മാത്രമാണ് വെച്ച് പോയത്. എനിക്ക് 10 വർഷം ഫസ്റ്റ് 10 ഇയേഴ്സിന്റെ ഒരു ജേർണിയാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി. ഞാൻ ചോദിക്കട്ടെ, ആ ഒരു ജേർണിയിൽ പല രീതിയിലുള്ള സ്റ്റുഡൻസ് വരുമല്ലോ. ഇപ്പോൾ പറയുകയാണെങ്കിൽ പല ഫിനാൻഷ്യൽ സിറ്റുവേഷൻസിലുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് ഇപ്പോൾ PR-നാണെങ്കിൽ വരാറുണ്ടല്ലോ. അപ്പം ഈ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് വന്നിട്ടുള്ള സ്റ്റുഡൻസിനും എങ്ങനെയാണ് ഈ ഒരു എന്താ അവരുടെ ഡ്രീമിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കാൻ പറ്റിയത്? റൈറ്റ് ചോയ്സ് ഫോർ ദ റൈറ്റ് കാൻഡിഡേറ്റ് അല്ലെങ്കിൽ റൈറ്റ് സ്റ്റുഡൻറ് കൊടുക്കാൻ പറ്റിയത്? അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾ എപ്പോഴും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് മുന്നോട്ട് വെക്കുക അവർക്ക്. ഇപ്പൊ അവരുടെ ബഡ്ജറ്റ് മനസ്സിലാക്കി, അവരുടെ റിക്വയർമെന്റ് മനസ്സിലാക്കി ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള നമ്മൾ അങ്ങോട്ട് പ്രസന്റ് ചെയ്യുക. അത് 2015 വരെ കാനഡ PR നന്നായി പോയതുകൊണ്ട് നമുക്കതിന് യാതൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. പിന്നെ നമ്മൾ UK, അതുപോലെ സ്വീഡൻ, ഫ്രാൻസ്, ജർമ്മനി അങ്ങനെയൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് സ്റ്റുഡൻസിന് ഏത് വേണം അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റിയിരുന്നു. അപ്പൊ അത്രയും പോർട്ട്ഫോളിയോ ഓഫ് സർവീസസ് ഉണ്ടായിരുന്നു. അതെ. അതായിരുന്നു ചെയ്തത്. ഒരു സർവീസ് എക്സ്പാൻഷൻ. ദാൻ ഒരൊറ്റ കൺട്രി, ഒരൊറ്റ പ്രോഡക്റ്റ് വെച്ചിരിക്കാതെ മാക്സിമം ഓപ്ഷൻസ് കുട്ടികൾക്ക് കൊടുക്കാവുന്ന രീതിയിൽ എക്വിപ്ഡ് ആയി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ഏതൊരു സ്ഥാപനം തുടങ്ങുമ്പോഴായാലും ആ ഒരു ഇനിഷ്യൽ ഒരു 5-10 വർഷമാണല്ലോ ഏറ്റവും സ്ട്രഗിൾ ആയിട്ട് എല്ലാ ഓണ്ടർപ്രണേഴ്സും പറയാറ്. അപ്പൊ അങ്ങനത്തെ ഓരോ സ്ട്രഗിൾസ് അല്ലെങ്കിൽ ചാലഞ്ചസ്, ഇപ്പോൾ ഒരു കുട്ടിയുടെ വിസ ഡിലേ ആയി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എററോ അങ്ങനെ ഓരോ ചാലഞ്ചസ് വരുമ്പോൾ ലൈക്ക് യു മെൻഷൻഡ് യു ഡോണ്ട് ഹാവ് എനി അതർ ഹെൽപ്പിംഗ് ഹാൻഡ്. അപ്പൊ എങ്ങനെ അതൊക്കെ തരണം ചെയ്തു ആ ഒരു സ്ട്രഗിൾസ്? ആക്ച്വലി നമുക്ക് പാർട്ട്നേഴ്സ് ഇല്ല, ഇൻവെസ്റ്റേഴ്സ് ഇല്ല. എല്ലാ ഫയൽസും ഞാൻ നേരിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്നു. നമുക്ക് സ്റ്റാഫ് ഉണ്ട്, അതും 1-2 പേരെ സ്റ്റാഫുള്ളൂ. എന്നാലും തുടക്കം ഒരു ഒരു ആദ്യത്തെ ഒരു 10 വർഷം 2 പേര്, 2-3 പേരൊക്കെ ഉള്ളൂ. എന്നിട്ടാണ് ഇത്ര 100+ ഫയൽസ് ഹാൻഡിൽ അതെ, ചെയ്തിട്ടുള്ളത്. അതെ, അതെ. അപ്പൊ ആദ്യത്തെ ഒരു 10 വർഷം നമുക്ക് ഒരു 2-3 സ്റ്റാഫ് തന്നെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ A to Z സ്റ്റുഡൻസിനെ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഈസി ആയിട്ട് അവരെ ഹാൻഡിൽ ചെയ്യാൻ, ഇപ്പൊ ഡിലേ ആയാലും എന്ത് സംഭവിച്ചാലും നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ട്രാൻസ്പെറന്റ് ആവുക, സിൻസിയർ ആവുക എന്നുള്ളതാണ്. എല്ലാം നമ്മൾ തുടക്കം മുതൽ സംസാരിക്കുന്നത് സിൻസിയർ ആയിട്ട് പോയാൽ എന്ത് വന്നാലും അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഹൈഡ് ചെയ്ത് കുറേ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഇടയ്ക്ക് സ്റ്റക്ക് വരുള്ളൂ. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്നില്ല. ഇപ്പൊ കാനഡ PR തന്നെ ഡിലേ ആയ സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് ഇത് നമ്മളൊരു മീഡിയേറ്റർ മാത്രമാണെന്നും നമ്മൾ എംബസി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അവരൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാണെന്നും അവരുടെ ഡിസിഷൻ ആണെന്നും ഒക്കെ നമ്മൾ കൺവിൻസ് ചെയ്ത് പ്രോസസ്സ് അപ്ഡേറ്റ് ചെയ്ത് പോയാൽ നമുക്ക് ഇതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ആദ്യമേ തന്നെ ആ ഒരു ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളതാണല്ലേ? ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഈ പ്രോസസ്സ് എന്നുള്ളതും, ഇനി ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അതിന്റെ ഒരു എന്താ അപ്ഡേറ്റ് കൊടുത്തോണ്ടേ ഇരിക്കുക. അപ്ഡേറ്റ്, അതെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് കൊടുക്കാനായിട്ടുള്ള ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്ത് ഉണ്ടായാൽ എല്ലാം സ്മൂത്ത് ആവും ഹാൻഡിൽ ചെയ്യാൻ ഈസി ആയിരിക്കും. മനസ്സിലായി. നമ്മൾ ട്രാൻസ്പെറന്റ് ആയാൽ തന്നെ നമുക്ക് സ്റ്റുഡൻസിനെ ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. പിന്നെ A to Z സ്റ്റുഡൻസിനെ ഞാൻ അറിയുന്നോണ്ട് തന്നെ എല്ലാവരും എന്നെ വിളിക്കുക കൂടുതലും. ആദ്യത്തെ 10 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ആ ലേണിംഗ് പീരീഡ്, ആ കണ്ടിന്യൂസ് ലേണിംഗ് പീരീഡിൽ എനിക്ക് ഇതൊക്കെ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ടും കൂടിയാണ് ഞാൻ തന്നെ ഡീൽ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്ത് സംഭവിച്ചാലും ഇപ്പോൾ ഓരോ വിസ വരുന്നതും നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളാണല്ലോ. അതോടൊപ്പം എന്തെങ്കിലും ഡിലേസ് അതുപോലെ സ്ട്രഗിൾസ് വന്നാലും നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റിയിരുന്നു. വൺ ഓഫ് ദി ഏർലി സ്റ്റുഡന്റ് എക്സ്പീരിയൻസ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റുഡന്റ് നമുക്ക് ഓഫർ ലെറ്റർ വന്നത് സ്മിത എന്നുള്ള പേരായിരുന്നു. സ്ഥാപനം തുടങ്ങിയിട്ട് ഓസ്ട്രേലിയക്ക് ഫസ്റ്റ് ഓഫർ ലെറ്റർ വന്നത് സ്മിത എന്നുള്ള പേരായിരുന്നു. അപ്പൊ ഞാൻ ഈ ഒരു എൻക്വയറീസ് വരുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് എത്ര പേരെ വിട്ടിട്ടുണ്ട്, എത്ര പേര് പോയിണ്ടെന്നൊക്കെ ചോദിക്കുമല്ലോ. അപ്പോൾ ഞാൻ അപ്പോൾ ആരും വിട്ടിട്ടില്ല, തുടക്കത്തിൽ ആരും വിട്ടിട്ടില്ല.
ഒരു ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞപ്പോൾ ആ ഓഫർ ലെറ്റർ കാണിക്കും. ഞങ്ങൾക്ക് ഓഫർ ലെറ്റർ വന്നിട്ടുള്ളൂ. നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. വിസ ആവുന്നേ ഉള്ളൂ. എന്നിട്ട് ഓഫർ ലെറ്റർ കാണിക്കുമ്പോൾ അതിൽ പേര് സ്മിത. അപ്പൊ നിങ്ങളുടെ സ്വന്തം ആപ്ലിക്കേഷൻ ആണോ ഇത്? നിങ്ങൾ പോവാൻ പോവാണോ? സെയിം പേര്. ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ 2008, 9 വിട്ട ആൾക്കാരൊക്കെ ഇത് കാണുന്നുണ്ടോന്നറിയില്ല. കണ്ടാൽ ശരിക്കും അവരെയൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കാണണം. നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കാര്യമാണ്. പണ്ട് നമ്മൾ വിട്ട സ്റ്റുഡൻസ് ഒക്കെ നേരിട്ട് വരാന്നുള്ളത്. ഇപ്പൊ റീസെന്റ് 2009 വിട്ട ഒരു സ്റ്റുഡന്റ് വന്നിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. കാണാനായിട്ട്. ഓ, ഓസ്ട്രേലിയ ആണോ ഈ പറഞ്ഞ പോലെ? ഓസ്ട്രേലിയ. ആളവിടെ ഓക്കെ. സിറ്റിസൺ ആയി. തൃശ്ശൂർക്കാരനാണ്. അപ്പൊ ഓക്കെ. വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വല്ലപ്പോഴൊക്കെ നമ്മുടെ പഴയ സ്റ്റുഡൻസ് വരികയെന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റുഡന്റ് ചോദിച്ച കാരണം പറഞ്ഞതാണ്. ഇതുപോലെ വേറെ സ്റ്റുഡൻസും കാണാൻ വന്നിട്ടുണ്ടോ? അതായത് പോയി കഴിഞ്ഞ് അവിടെ എന്തെങ്കിലും സെറ്റിൽമെന്റ് ആയി അല്ലെങ്കിൽ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ സ്റ്റുഡൻസ് പിന്നെ റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വരാറുണ്ട്. ഉഹും. ഫാമിലി ആയിട്ട് വരാറുണ്ട്. ഓ, നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ ചിലർ കയറി വരാറുണ്ട്. ഓക്കെ. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ്. അവരുടെ ആ ഒരു ചേഞ്ച്. കാരണം നമ്മൾ വരുമ്പോൾ ഫസ്റ്റ് അവർ വരുമ്പോഴത്തെ നമ്മുടെ മനസ്സിൽ ഐഡിയ ഉണ്ടാവുമല്ലോ. അവർ വന്ന കാര്യങ്ങൾ ഓർമ്മയുണ്ടാവുമല്ലോ. പിന്നീട് വരുന്ന അവരുടെ ട്രാൻസ്ഫോർമേഷൻ അത് ഭയങ്കര രസമാണ് കാണാനായിട്ട് ആലോചിക്കുമ്പോൾ. അപ്പം അങ്ങനെ ഇടയ്ക്ക് ഓരോരുത്തരൊക്കെ വിസിറ്റ് ചെയ്യാറുണ്ട്. ഓ, നമുക്ക് കുറേ പേരെയൊക്കെ ഇങ്ങനെ that's nice. കാണണം എന്ന് ആഗ്രഹമുള്ളവരുണ്ട്. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ 18 years ആയി. അപ്പൊ അതില് ഭയങ്കരമായിട്ട് നമ്മളെ അത്രയും ട്രസ്റ്റ് ചെയ്ത് വന്ന അകലേന്നൊക്കെ വന്ന ആൾക്കാർ ഇപ്പോൾ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയുള്ള ആൾക്കാർ വരുമല്ലോ തൃശ്ശൂർ സെന്ററായിട്ട്. അപ്പൊ അങ്ങനെ നമ്മൾ അന്നൊക്കെ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് വന്ന കുറേ ഫാമിലീസ് അതുപോലെ സ്റ്റുഡൻസ് ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ അവരുടെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ അവരൊക്കെ ഇടയ്ക്ക് കണ്ടിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. കുറേ പേര് കണക്റ്റഡ് ആണ്. ഓ. FB, Instagram ഒക്കെ ആയിട്ട് ഓക്കെ. കണക്റ്റഡ് ആണ്. യെസ്. അപ്പോൾ ഈ ഒരു മൊത്തത്തിലുള്ള ജേർണിയിൽ എങ്ങനെയാണ് അറ്റ് ദ സെയിം ടൈം ഒരു ഫാമിലിയും കൂടെ മാനേജ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഞാനടക്കമുള്ള ഒരു 4 പേരടങ്ങുന്ന ഒരു കുടുംബം മാനേജ് ചെയ്യുമ്പോൾ വെൻ യു ഹാവ് കിഡ്സ് ഇൻ സ്കൂൾ പ്ലസ് ആ സമയത്തായോണ്ട് തന്നെ മൊത്തത്തിൽ എല്ലാ വീട്ടുജോലികളായാലും ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു ആ, ആ, അമ്മ എന്ന നിലയിൽ എങ്ങനെയാണ് മൊത്തത്തിൽ മാനേജ് ചെയ്യാൻ പറ്റിയത്? ഐ നോ ഓഫ് കോഴ്സ് ആസ് ദ ഇയേഴ്സ് പാസ്ഡ് ബൈ രണ്ടുപേരും ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്ത് ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അച്ഛനും അമ്മയും ഒരുമിച്ച് ആ ഒരു യാത്ര പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. എന്നാലും ആ ഒരു ഫേസ് ഓഫ് ട്രാൻസിഷൻ ഉണ്ടല്ലോ, റൈറ്റ് ഫ്രം എ മദർ ടു എ വർക്കിംഗ് വുമൺ പ്ലസ് എ CEO പ്ലസ് ഓൾ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഫാമിലി. എങ്ങനെയായിരുന്നു ആ ഒരു മാനേജിങ് ചെയ്യാൻ പറ്റിയത്? എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ എങ്ങനെ അന്നത് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തു എന്ന് ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട് ഇടയ്ക്ക്. സത്യം പറഞ്ഞാൽ ആ സമയത്ത് ആ പ്രായത്തിന്റെ ഒരു ഇതായിരിക്കാം അത്ര ടയർഡ്നെസ് ഒന്നും തോന്നിയിട്ടില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര അഡ്ജസ്റ്റബിൾ ആയിരുന്നു, സപ്പോർട്ടീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2 മക്കൾ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും സെൽഫായിട്ട് കാര്യങ്ങൾ രണ്ടുപേരും ചെയ്യാൻ പഠിച്ചു. ഹസ്ബൻഡ് ആണെങ്കിലും നല്ലോണം സപ്പോർട്ട് ചെയ്തു. പിന്നെ രാവിലെ വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യുന്നു, ഓഫീസിലേക്ക് വരുന്നു, ഓഫീസിലെ കാര്യങ്ങൾ ചെയ്യുന്നു, വീട്ടിലേക്ക്. അങ്ങനെ ഓഫീസ് വീട് എന്നുള്ളൊരു ലോകം മാത്രമേ ഉള്ളൂ. വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ നന്നായി തന്നെ നടന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാതെ ഒന്നിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട്. ഇപ്പോൾ ഓഫീസ് ഇപ്പോൾ 10 ബിസിനസ് ഇല്ലാത്തത് കൊണ്ടും 10 കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടും ഒറ്റ ഫോക്കസ് ആയതുകൊണ്ട് തന്നെ എനിക്കത് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റി. പക്ഷെ ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് ഒന്നിനും സമയമില്ല ഇപ്പോൾ. അന്ന് പക്ഷെ ഒരു 8 അവേഴ്സ് കൃത്യമാണ് ഞാൻ ഓഫീസ് കാര്യങ്ങൾ ചെയ്തിരുന്നുള്ളൂ. കറക്റ്റ് ആ ഒരു വർക്ക് 9 ലൈഫ് to 5. ബാലൻസ് ഉണ്ടായിരുന്നു. ഓ, ഓക്കെ. ആദ്യത്തെ ഒരു 10 വർഷം നല്ലൊരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. വർക്കിംഗ് ടൈം 8 എന്നുള്ളത് ചിലപ്പോൾ 18 മണിക്കൂറാവും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അത് വർക്കിംഗ് ടൈം കൂടി വരിക ചെയ്യണത്. അതെന്താണെന്നറിയില്ല. അത് എനിക്ക് തോന്നുന്നു ആ ഒരു ഡിജിറ്റൈസേഷൻ വന്നതിന്റെ ആയിരിക്കും തോന്നുന്നു. മറ്റേത് നമ്മൾ ഓഫീസിലിരുന്ന് മാത്രം അതെ കാര്യങ്ങൾ അതെ അതെ. ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നല്ലോ. പിന്നെ ഈ മൊത്തത്തിൽ വർക്ക് ഫ്രം ഹോം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒക്കെ വന്നപ്പോൾ ഐ തിങ്ക് അത് അമ്മ നല്ല രീതിയിൽ മുതലാക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് 8 അവേഴ്സ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ബിഫോർ കോവിഡ് ഞാൻ പറയാം. അതന്നെ. 8 അവേഴ്സ് ഫിക്സ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം നന്നായി ബാലൻസ് ചെയ്ത് പോകാൻ പറ്റി. അതിന് ശേഷം നമ്മൾ വർക്ക് ഫ്രം ഹോമും ഈ പറഞ്ഞ പോലെ തന്നെ എവിടെ ഇരുന്നാലും വർക്ക് ചെയ്യാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് വന്നു. അപ്പോൾ വർക്കിംഗ് ടൈം കൂടി വരുന്നു. പക്ഷെ അതുകൊണ്ടായിരിക്കാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ സമയമുണ്ട്.
കാരണം നമ്മൾ ഫോക്കസ്ഡ് ആയി കുറച്ചും കൂടെ. ഒരു പ്ലാനിങ് ചെയ്യാനും അത് പ്രാക്ടിക്കലാക്കാനും ഇപ്പോൾ വാട്ട് നെക്സ്റ്റ് എന്നുള്ളത് നമുക്ക് എപ്പോഴും ഇതിലേക്ക് ചിന്തിക്കാനും ഉള്ള സമയം കിട്ടുന്നുണ്ട്. കൂടുതൽ സമയം ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിത് എങ്ങനെ മാക്സിമം എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും ചിന്തിക്കാൻ തുടങ്ങി. സിംഗിൾ കാര്യം ഫോക്കസ് ചെയ്താൽ ആ ആ കാര്യത്തിൽ നല്ല രീതിയിൽ എക്സലൻസ് ഓവർ ദ ടൈം കൺസിസ്റ്റന്റ് ആണെങ്കിൽ വരും എന്നാണ് മാം ഉദ്ദേശിച്ചത് അല്ലെ? പലപ്പോഴും വിമൻ ആർ മൾട്ടി ടാസ്കിങ് എന്ന രീതിയിൽ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്ത് പറയുന്നതാണ്. അത് ഞാനിപ്പോ ഇതൊരു കിച്ചണിലെ മൾട്ടി ടാസ്കിങ് അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഐ തിങ്ക് ദാറ്റ് ഇസ് വാട്ട് മോസ്റ്റ്ലി വിമനെ പറ്റി പറയുമ്പോൾ കിച്ചണിലെ മൾട്ടി ടാസ്കിങ് ആണ്. പക്ഷേ സ്പെഷ്യലി സമൺ ലൈക്ക് യു വെൻ യു ഹാവ് ജസ്റ്റ് വൺ ബിസിനസ് ടു ഫോക്കസ്, അതിൽ തന്നെ 18 വർഷം കൺസിസ്റ്റന്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നു ആൻഡ് അതുകൊണ്ട് അതിൽ റിസൾട്ട് ഉണ്ടാവുന്നു. ഐ എം ഷുവർ ദർ ആർ മെനി അതേഴ്സ് ഹു ഹാവ് മൾട്ടിപ്പിൾ ബിസിനസ്സസ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ആൻഡ് അതിൽ ചിലരും വളരെ രീതിയിൽ സക്സസ്ഫുൾ ആണ് വിത്ത് ദ റൈറ്റ് സിസ്റ്റംസ് ഇൻ പ്ലേസ്. പക്ഷേ ഫോർ എ ഫൗണ്ടർ അല്ലെങ്കിൽ ഫോർ എ വുമൻ ടു ഹൂസ് പ്ലാനിങ് ടു സ്റ്റാർട്ട് ഹെർ ഓൺ വെഞ്ചർ, what is your advice in this terms? Should you start multiple things or should you start on one and then diversify? എന്താണ് ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ? എനിക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യം, എൻ്റെ കാര്യം എന്ന് പറയണത് ഒരു സക്സസ് എന്ന് പറയുമ്പോൾ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ മൾട്ടി ടാസ്കിങ് എനിക്ക് പറ്റും, പക്ഷെ മൾട്ടിപ്പിൾ ബിസിനസ് പറ്റില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ മൾട്ടിപ്പിൾ ബിസിനസ് എനിക്ക് വേണ്ട എന്നുള്ള ഞാൻ തീരുമാനം എടുത്തിരുന്നു. പലരും പല വേർട്ടിക്കൽസ് ആയിട്ട് പല കാര്യങ്ങൾ ചെയ്യാനൊക്കെ അതാ ഞാൻ ഐഡിയാസ് ഒക്കെ വരാറുണ്ട്. പക്ഷെ എനിക്ക് ഫോക്കസ് സ്റ്റഡി അബ്രോഡ് മാത്രമായിരുന്നു. പാസ്റ്റ് 18 years ആയിട്ട് ഞാൻ വേറൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷെ വീട്, ഓഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് ഇതിൽ ഫോക്കസ് കുറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയൊരു ബിസിനസ്സാണ്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. അപ്പം നമുക്ക് തുടക്കം മുതൽ അറിയില്ല അതിൻ്റെ ഫ്യൂച്ചർ. നമുക്ക് ഓരോ കൺട്രി റൂൾ ചേഞ്ചസ് വരുന്നു, ചലഞ്ചസ് വരുന്നു. അപ്പം ഇതൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? 18 years എന്നൊക്കെ ഇപ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റുക. അന്നൊക്കെ എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊരു ഐഡിയ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ നന്നായി ഫോക്കസ്ഡ് ആയിട്ട് നിന്നാൽ നന്നായിട്ട് പോവാം എന്നുള്ളൊരു തീരുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഇതിൽ ഇത്രയും വർഷം ഫോക്കസ് ചെയ്തു. ഡൈവേഴ്സിഫൈ ചെയ്തോ എന്ന് ചോദിച്ചാൽ ഡിഫറെന്റ് വേർട്ടിക്കൽസ് അല്ലെങ്കിലും ഐ കൻ സേ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കൺട്രി റൂൾ ടഫായി ഉടനെ തന്നെ അടുത്ത കൺട്രി റണ്ണിങ് ആക്കി എന്നുള്ളതാണ്. സോ ആ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ വിത്തിൻ ദ ബിസിനസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും, എനിക്ക് തോന്നുന്നു ഇത്രയും സക്സസ്ഫുൾ ആയി 18 years ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതല്ല നമ്മൾ അവിടെ ഒരൊറ്റ കൺട്രി ഒരൊറ്റ പ്രോഡക്റ്റ് വെച്ച് ഇരിക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് അത് അത്രയും ലോങ് ആയിട്ടുള്ളൊരു ജേർണി ആയിരിക്കും. സർവീസ് എന്ന് പറയുന്നത് സ്റ്റഡി അബ്രോഡ് തന്നെ, പക്ഷെ നമ്മൾ കൺട്രീസ് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതിൽ മൾട്ടിപ്പിൾ കൺട്രീസ് ചെയ്താലേ നമുക്ക് ലോങ് ടൈം അതിനൊരു കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് നമുക്കറിയായിരുന്നു. അപ്പോൾ ഒരു കൺട്രി മാത്രം ചെയ്തു, അത് വല്ല ചലഞ്ചസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. അങ്ങനെ പല ഫ്രണ്ട്സിനും സംഭവിച്ചിട്ടുണ്ട്, ഒരു കൺട്രി മാത്രം ഫോക്കസ് ചെയ്തവർക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ലേണിംഗ്, കൺസിസ്റ്റൻസിയുടെ ഒപ്പം തന്നെ കണ്ടിന്യൂസ് ലേണിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അതിന് നല്ലൊരു ടീമും നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ടും നമുക്ക് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടും നല്ലൊരു ടീമും നമ്മുടെ ഒപ്പം ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പം ഞാൻ മാത്രം എന്ന് പറയുന്നില്ല, നമ്മളൊരു കൺട്രി തുടങ്ങാൻ തീരുമാനിക്കുമ്പോൾ നമ്മുടെ ടീമും നമ്മുടെ ഒപ്പം വരണം. അപ്പം അങ്ങനെ നമുക്ക് പല പല കൺട്രീസ് തുടങ്ങാൻ പറ്റി. ഇപ്പം മാം പറഞ്ഞല്ലോ ഇൻഡസ്ട്രിയിലുള്ള ഫ്രണ്ട്സ് പലരും വൈൻഡപ്പ് ചെയ്ത് പോയ ഒരു സിറ്റുവേഷൻസ് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടോ? അതായത് ഓൾമോസ്റ്റ് ഗിവിങ് അപ്പ് അങ്ങനത്തെ ഫീൽസ് ഒക്കെ വന്നിട്ടുണ്ടോ ആസ് എ ഫൗണ്ടർ? നമ്മളങ്ങനെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ കാനഡ PR-ന്റെ റൂള് ടഫായപ്പോൾ, അല്ലെങ്കിൽ തുടക്കത്തിൽ ഓസ്ട്രേലിയ ടഫായപ്പോൾ, അപ്പോഴൊക്കെ നമ്മൾ പുതിയ പുതിയ കൺട്രീസ് പഠിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ടഫായ കൺട്രീനെ പറ്റി പിന്നെ ചിന്തിക്കുന്നേ ഇല്ല. ഇമ്മീഡിയറ്റ്ലി നമ്മൾ സ്വിച്ച് ചെയ്തു, അടുത്ത കൺട്രിയിലോട്ട് സ്വിച്ച് ചെയ്തു. വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു വിഷൻ എപ്പോഴും ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു ബിസിനസ്സിന് പ്രത്യേകത തന്നെ നമ്മളുടെ ഡിപ്പെൻഡൻസി അല്ല, നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാലും വാട്ട് ഇസ് ദ കൺട്രി സെറ്റിംഗ് റൂൾ അറ്റ് ദാറ്റ് ടൈം ആൻഡ് ആർക്കൊക്കെ എങ്ങനെയാണ് വിസ കിട്ടുന്നത് എല്ലാം ഒരു 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 തേർഡ് പാർട്ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ
നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ സ്റ്റിൽ ഇഫ് അറ്റ് ഓൾ സംതിങ് കംസ് വാട്ട് നെക്സ്റ്റ്? നെവർ ഗിവ് അപ്പ് ഒരു ഫിലോസഫി ആണെന്ന് തോന്നുന്നു ഇത്രയും പ്രേരിപ്പിച്ചത്. ഇത്രയും പഠിക്കാനായിട്ടായാലും. എനിക്കങ്ങനെ സ്റ്റക്കായി നിൽക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടില്ല. കാരണം ബ്ലാങ്കായി, ഒരു കൺട്രി റൂള് ടഫായി. അപ്പൊ അങ്ങോട്ട് വിടാൻ പറ്റില്ല. കുഴപ്പമില്ല. നമുക്ക് വേറെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് മുമ്പില്. അപ്പോഴേക്കും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും അടുത്ത കൺട്രി. നമ്മൾ ഈ ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ നമ്മളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നാലാണ് നമുക്കൊരു ഫീൽഡിൽ, ഇപ്പം ഞാൻ ഏത് ഫീൽഡ് എടുത്താലും എനിക്ക് അങ്ങനെ ചിന്തിക്കണത്, പുതിയ പുതിയ ടെക്നോളജിയും പുതിയ പുതിയ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്താലാണ് നമുക്ക് ലോങ് ടൈം നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നാളെ എന്ത് സംഭവിക്കുന്നു ഇന്ന് കണ്ട് നമ്മൾ അടുത്തത് അപ്ഡേറ്റ് ചെയ്യണം. ഒരു ലോങ് ടേം തിങ്കിങ് എപ്പോഴും ഉണ്ടാവണം എന്നുള്ള അതെ രീതിയിൽ. അതെ ഓസം. ഇപ്പൊ പല സ്റ്റുഡൻസും ഇപ്പോൾ പണ്ട് വിട്ട സ്റ്റുഡൻസ് എല്ലാം ഇപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് തിരിച്ച് അപ്രോച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ മീറ്റ് ചെയ്ത കഥകളൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും പേഴ്സണലി ഭയങ്കര മൂവിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഓരോ സ്റ്റുഡൻസിന്റെ എന്തെങ്കിലും ജേർണി ഉണ്ടോ? അല്ലെങ്കിൽ അവരുടെ ഒരു 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 വിസ വന്നപ്പോൾ വെൻ ഡിഡ് യു റിയലൈസ് ദാറ്റ് ദിസ് വാസ് മോർ ദാൻ ജസ്റ്റ് എ സർവീസ്? നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റ് മുന്നിലേക്ക് വരുമ്പോൾ അവര് ഒരു ഐഡിയയിലാണ്ടായിരിക്കും വരുന്നത്. അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഫയല് പോലെ നമ്മൾ ഏറ്റെടുത്തിട്ടാണ് നമ്മൾ ചെയ്യണത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് വിസ വരുമ്പോഴാണ് അവര് തന്നെ റിയാലിറ്റി ഇങ്ങനെ നമ്മളോട് പറയാ. നമ്മളിങ്ങനെ ചിന്തിച്ചുള്ളൂ. നമ്മൾ കാനഡയിൽ എത്തണമെന്ന് ചിന്തിച്ചുള്ളൂ. മനസ്സിൽ ചിന്തിച്ചുള്ളൂ. പക്ഷെ നിങ്ങൾ എത്തിച്ചു. അവർക്കൊരു സ്ട്രഗിളും അറിയാതെയാണ് നമ്മൾ കൊണ്ട് എത്തിക്കണത്. ആ ഒരു ടൈം, ആ വിസ കിട്ടുന്ന ടൈമില് അവരെക്കാളും ഇരട്ടി സന്തോഷം നമ്മൾക്കാണ്. കാരണം അത് അത്രയും ചെയ്യാൻ പറ്റിയതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ, റിസൾട്ട് വന്നത്. ആ റിസൾട്ട് വന്നത്. അത് ഓരോ ഓഫർ ലെറ്റർ വരുമ്പോഴായിക്കോട്ടെ, ഓരോ വിസ വരുമ്പോഴായിക്കോട്ടെ, നമ്മളിങ്ങനെ എന്താ പറയാ, നല്ല രീതിയിൽ നമുക്ക് ഡോപ്പമിൻ കയറിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും ഹൈ സാറ്റിസ്ഫാക്ഷനിലാണ് നമ്മൾ ഈ ഒരു സർവീസ് മുന്നോട്ട് കൊണ്ടുപോണത്. സോ ഒരു സ്റ്റുഡൻറ്റ് നമ്മളുടെ ഓഫീസിലേക്ക് വരുമ്പോൾ ആ സ്റ്റുഡൻറ്റിന് ഈ പറഞ്ഞ പോലെ കുറച്ച് പേർക്ക് കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ബിക്കോസ് നൗ യു ഹാവ് ഓൾ ദ ടൂൾസ് അവൈലബിൾ. പക്ഷേ അവരുടെ പാരൻസിൻ്റെ ഒരു പെർസ്പെക്റ്റീവും ഉണ്ടാവും. കാരണം അവരത്രയും വെൽ ഇൻഫോംഡ് ആയിരിക്കണം എന്നില്ല. അപ്പം എങ്ങനെയാണ് അവർക്കൊരു റൈറ്റ് ഓപ്ഷൻ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോഴത്തെ കാലത്തെ അറിവ് മുമ്പുണ്ടായിരുന്നില്ല. ഈ പൊതുവെ സ്റ്റുഡൻസിന് ഇപ്പൊ എല്ലാവരും ഒരുവിധം ഒരു 50% സ്റ്റുഡൻസിന് ഒരു ഐഡിയ ഉണ്ട്. മനസ്സിലായി. അന്നെന്ന് പറഞ്ഞാൽ ഒരു 10% സ്റ്റുഡൻസിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെ ഫോളോ ചെയ്തു പോകും. നമുക്ക് ഡീൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു. പാരൻസിന് പക്ഷെ അങ്ങനെയല്ല. പാരൻസിന് ഭയങ്കര ഡൗട്ടായിരിക്കും. സ്റ്റുഡൻസിനേക്കാളും കൂടുതൽ ഡൗട്ട്സ് ആയിരിക്കും. അപ്പൊ അവരെ കൺവിൻസ് ചെയ്യാൻ കുറച്ച് പാടാ. സ്റ്റുഡൻസിന് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കുറവാണ് പാരൻസ് ഒക്കെ വരുന്നത്. സ്റ്റുഡൻസ് തന്നെ വന്ന് കാര്യങ്ങൾ ചെയ്തു പോവാണ്. പിന്നെ എല്ലാവരും ഒരുവിധം അപ്ഡേറ്റഡ് ആണ്. മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഭയങ്കര ഈസിയാണ് ഇപ്പോൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് സ്റ്റുഡൻസിനെ. അതായത് സ്റ്റുഡൻസ് അത്യാവശ്യം വെൽ ഇൻഫോംഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്, വിച്ച് ഇസ് നൈസ്. പക്ഷെ എന്നാലും വാട്ട് എക്സ്ട്രാ ആർ വി ഗിവിംഗ് ദം സോ ദാറ്റ് ദേ മേക്ക് ദ റൈറ്റ് ഡിസിഷൻ ഇൻ ടേംസ് ഓഫ് ദെയർ പ്രിഫറൻസസ്? അതായത് അവരുടെ പ്രിഫറൻസസ്, അതായത് ഇപ്പോൾ ഇൻ ടേംസ് ഓഫ് കോഴ്സ് ആയിരിക്കാം, കൺട്രി ആയിരിക്കാം, ആൻഡ് മെയിൻ ബീങ് ദ ഫിനാൻസസ്. എന്തൊക്കെ പ്രിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ലാസ്റ്റ് അവരുടെ ബഡ്ജറ്റും കൂടെ അറിഞ്ഞാലാണ് നമുക്കൊരു കറക്റ്റ് ഒരു കോഴ്സിന്റെ അല്ലെങ്കിൽ ഒരു കൺട്രി സജസ്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? നമ്മൾ ഒരു 2-3 ഓപ്ഷൻസ് കൊടുക്കും. ഉം. അതായത് ബഡ്ജറ്റ് അവരുടെ അഫോർഡബിൾ ആയിട്ടുള്ള അവർക്ക് എടുക്കാം. ഓക്കെ. അങ്ങനെ. ഓക്കെ. അപ്പോൾ അത് കാരണം നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഓരോ സ്റ്റുഡൻറ്റിനും അവരുടെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റിലുള്ള പ്രോഗ്രാം സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നോട്ട് ജസ്റ്റ് വൺ കൺട്രി വൺ കോഴ്സ് ഉം. എന്നുള്ളതല്ല, പല ബഡ്ജറ്റ് റേഞ്ചിലുള്ള കൺട്രീസും ഓപ്ഷൻസ്. ഓപ്ഷൻസും കോഴ്സസും കൊടുക്കാൻ പറ്റും. ഓക്കെ, ദാറ്റ് മീൻസ് യു ഹാവ് a range of choices Yes. from span. All right. Yes. So നമ്മളുടെ ഒരു സ്റ്റുഡൻറ്റ് വരുമ്പോൾ ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആൻഡ് അക്കോർഡിംഗ് ടു ദ പ്രിഫറൻസസ് ഓപ്ഷൻസ് കൊടുക്കുന്നു പറഞ്ഞല്ലോ. സോ ഇപ്പോൾ 2026 ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ചോദിച്ചു വരുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇപ്പോൾ യൂറോപ്പാണ് ട്രെൻഡ്. അപ്പോൾ യൂറോപ്പിൽ മെയിനായിട്ട് ജർമ്മനി, ഓസ്ട്രിയ തുടങ്ങിയ സ്ഥലങ്ങളാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. റീസൺ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ഓൾമോസ്റ്റ് ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ നമ്മളൊരു 15 lakhs 20 lakhs മുടക്കി എടുക്കുന്ന പെയ്ഡ് എഡ്യൂക്കേഷനേക്കാളും അവർക്ക്
ആ എമൗണ്ട് സേവ് ചെയ്ത് ഏകദേശം ഒരു 100 യൂറോ മുതൽ ഒരു 750 യൂറോ വരെ ഫീസുള്ള യൂണിവേഴ്സിറ്റീസിൽ സെമസ്റ്ററിൽ. അപ്പോൾ ഏകദേശം 10-15 ലാക്സ് 10 to 15 ലാക്സ് അല്ലെങ്കിൽ 20 ലാക്സ് വരെയുള്ള കോഴ്സസ് ഉണ്ടല്ലോ. ആ മനസ്സിലായി. സെയിം കോഴ്സ് തന്നെ നമുക്ക് ഇവിടെ ഒരു 750 യൂറോസിൽ 75,000 രൂപ ഫീസിൽ നമ്മൾ അപ്ലൈ ചെയ്ത് അഡ്മിഷൻ എടുത്ത് കൊടുക്കാൻ ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായി. അതാണ് ഇപ്പൊ നമ്മളുടെ ഒരു ഫോക്കസ്, ഓക്കെ. പബ്ലിക് യൂണിവേഴ്സിറ്റി ഫ്രീ എഡ്യൂക്കേഷൻ. കാരണം എന്താ വെച്ചാൽ നമ്മൾ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു അഡ്മിഷനിലൂടെ നമ്മൾ അവരുടെ കരിയർ സെറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക ചെയ്യണത്. യാതൊരുവിധ ബേർഡനും ഫാമിലിക്ക് വരാത്ത രീതിയിൽ സ്റ്റഡി എബ്രോഡ് വഴി എബ്രോഡ് പഠിക്കുന്നു, അതോടെ അതിൻ്റെ ഒപ്പം തന്നെ അവർക്കൊരു കരിയറും ഇന്റർനാഷണൽ കരിയറും സെറ്റ് ആവാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുക ചെയ്യണത്. അപ്പോൾ ഫീസ്, ട്യൂഷൻ ഫീസ്, ഇപ്പോൾ ലാർജ് എമൗണ്ട് ട്യൂഷൻ ഫീസ് കാരണം കൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ പ്ലാൻ ഡ്രോപ്പ് ചെയ്തിരിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടി സ്പെഷ്യലായിട്ട് നമ്മൾ ഈ സീറ്റ് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനിയിപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ USA പോലെ അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോലെ ഹൈ ട്യൂഷൻ ഫീസുള്ള കൺട്രീസ് വേണമെങ്കിൽ നമ്മൾ അത് സപ്പോർട്ട് ചെയ്യും. പക്ഷെ എല്ലാവർക്കും അത് അഫോർഡബിൾ ആവണമെന്നില്ല. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെ ഒരു വിഷൻ എന്ന് പറയണത് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എബ്രോഡ് സ്റ്റഡി എങ്ങനെ കൊടുക്കാന്നുള്ളതാണ്. സോ ഇതിന്റെ ഒരു സിമിലർ ലൈൻസിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, അതായത് ഒരു വലിയൊരു പണച്ചെലവില്ലാതെ ഒരു കുട്ടി അബ്രോഡ് പഠിക്കാൻ പോകുന്നു, ആൻഡ് ഈവൺ ഇഫ് സംതിങ് ഹാപ്പൻസ് ആൻഡ് ദേ ഹാവ് ടു കം ബാക്ക് ടു ഇന്ത്യ, അങ്ങനെയാണെങ്കിലും ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എ ബിഗ് ഡിഫറൻസ്. കാരണം അത്രയും വലിയൊരു ലോണോ ബാധ്യതയോ ഒന്നും എടുക്കാതെയാണല്ലോ പോകുന്നത്. അവർക്ക് അവരുടെ ഇന്റർനാഷണൽ എക്സ്പോജർ വരുന്നുണ്ട്, ആ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലുള്ള എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്, എല്ലാ എക്സ്പീരിയൻസസും ഓഫ് ആൻ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ കിട്ടി. ഇൻ കേസ് ഇഫ് അറ്റ് ഓൾ ഇറ്റ്സ് നോട്ട് ലൈക്ക് അവിടെ ജോലിയില്ല, അങ്ങനെയല്ല. ഇഫ് ദേ ഹാവ് ടു കം ബാക്ക് ടു ഇന്ത്യ ഫോർ സം സിറ്റുവേഷൻ, ബീറ്റ് എനിത്തിങ്, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ഓൺ ദം ടു പേ ബാക്ക് ദ ലോൺ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കടം വീട്ടാനുള്ള ഒരു തലവേദന ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇഫ് ദേ ചൂസിങ് സച്ച് അഫോർഡബിൾ എഡ്യൂക്കേഷൻ അബ്രോഡ്, എന്താണ് അത് അങ്ങനത്തെ ഒരു സംസാരിക്കാനുള്ളത്? ഞാനതും ചിന്തിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ ഇന്ത്യയിലെ ഫീസ് തന്നെ വരുന്നുള്ളൂ. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പബ്ലിക് യൂണിവേഴ്സിറ്റി പഠിക്കാൻ ഇപ്പം ലിവിങ് എക്സ്പെൻസൊക്കെ അടക്കം ഇന്ത്യയിൽ ഇപ്പോൾ ബാംഗ്ലൂർ പഠിക്കുന്ന ഫീസൊക്കെ തന്നെ വരുന്നുള്ളൂ. ഇപ്പം ഇന്ത്യയും വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ 4th പൊസിഷനിലെത്തി. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ അവർക്ക് ഇന്ത്യയിൽ വന്നാലും നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഒരു ഇന്റർനാഷണൽ ഡിഗ്രി കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് എന്തായാലും നല്ല ഡിമാൻഡ് ഉണ്ടാവും. അപ്പോഴും അവർക്ക് ഇന്ത്യയിൽ പഠിക്കുന്ന ചെലവിൽ തന്നെയാണ് അബ്രോഡ് പഠിച്ചു വരുന്നത്. അവർക്ക് ഇവിടെ ഒരു കരിയർ സെറ്റ് ചെയ്യണമെങ്കിലും അല്ല അവിടെ തന്നെ മൈഗ്രേറ്റ് ചെയ്ത് നിൽക്കാനാണ് പ്ലാൻ, ലോങ് ടേം പ്ലാൻ ഉള്ളവർക്കാണെങ്കിലും സെയിം എക്സ്പെൻസിൽ തന്നെയാണ് അവർ സെറ്റിൽ ആവുന്നത്. അപ്പൊ അവർക്ക് ഫിനാൻഷ്യലി ഫാമിലിക്ക് ഒരു ഡിഫിക്കൽട്ടീസ് വരാത്ത രീതിയിലാണ് നമ്മൾ അവർക്കൊരു കരിയർ സെറ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ. സോ ഒരുപാട് സ്റ്റുഡൻസ് വരുമ്പോഴേ ഒരു പ്രതീക്ഷ ഇല്ലാണ്ടായിരിക്കും ചിലവർ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവുക. കാരണം ഒന്നാമത് ഈ ബഡ്ജറ്റിന്റെ ഇഷ്യൂ തന്നെ ആയിരിക്കാം, അവരുടെ മനസ്സിലുള്ളൊരു ബഡ്ജറ്റ് ഉണ്ടല്ലോ. പക്ഷെ അതിപ്പോൾ നമുക്കിങ്ങനെ അഫോർഡബിൾ എഡ്യൂക്കേഷൻ വെച്ച് നമുക്ക് സോൾവ് ചെയ്യാവുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ അങ്ങനെ ഒരു സംഭവം സാധ്യമാവും എന്നുള്ളൊരു വലിയ ഉറപ്പൊന്നും ഇല്ലാതെ ആയിരിക്കും പലരും വരുന്നുണ്ടാവുക. അപ്പോൾ അവർക്ക് അങ്ങനെ നമ്മൾ ഓപ്ഷൻസ് കൊടുത്ത് വളരെ നല്ല രീതിയിൽ ഔട്ട്കംസ് വന്നിട്ടുള്ള എന്തെങ്കിലും സ്റ്റുഡൻറ് എക്സാമ്പിൾസ് എന്തെങ്കിലും ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ IIT ലെവൽ റാങ്കുള്ള യൂണിവേഴ്സിറ്റീസ് ആണ് നമ്മൾ യൂറോപ്പിൽ സ്റ്റുഡൻസിന് അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നത്. പക്ഷെ നമ്മളിത് പറയുമ്പോൾ സ്റ്റുഡൻസിന് ഇനീഷ്യലി അതൊന്നും കൺവിൻസ് ആവില്ല. ഇത്രയും റാങ്കുള്ള യൂണിവേഴ്സിറ്റീസ് കിട്ടുമോ ആ ഡൗട്ട് ഉണ്ടാവും അവർക്ക്. ഇവിടെ ഒരു 160 കോടി ജനങ്ങൾക്ക് IITs ഉള്ളിൽ അഡ്മിഷൻ കിട്ടാൻ അത്രയും കോമ്പറ്റീഷനാണ്. ചിലപ്പോൾ 9 പോയിന്റേഴ്സിന് മാത്രം അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു അഡ്മിഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അത്രയും എൻട്രൻസിന്റെ ടാസ്ക് ഉണ്ടാവും, അത്രയും കോമ്പറ്റീഷൻ ഉണ്ടാവും. പക്ഷെ അവിടെ നിന്ന് വന്ന ആകെ 1 കോടി ജനങ്ങൾ അല്ലെങ്കിൽ 2 കോടി ജനങ്ങളോട് മാത്രമാണ് കോമ്പറ്റീഷൻ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്റ്റുഡൻസിന് അങ്ങനത്തെ ഓഫേഴ്സ് ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ആർക്കും ഇനീഷ്യലി അത് ട്രൈ ചെയ്യാം എന്നുള്ള മട്ടിലായിരിക്കും. പക്ഷെ കിട്ടിക്കഴിയുമ്പോഴാണ് അവരുടെ ആ ഒരു സർപ്രൈസ്. ഇത്രയും വലിയ യൂണിവേഴ്സിറ്റിയിൽ അവർ കാണുമ്പോൾ, കാരണം അവരുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയണത് അവർക്ക് കിട്ടി അവിടെ എത്തിക്കഴിഞ്ഞ് ആ ഒരു റിയലൈസേഷൻ വരുമ്പോൾ ശരിക്കും നമ്മളെ തിരിച്ചു വിളിക്കാറുണ്ട്.
അതായത് ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഇത്രയും വലിയ യൂണിവേഴ്സിറ്റിയാന്ന് പ്രതീക്ഷിച്ചില്ല നിങ്ങൾ ഉം. പറഞ്ഞപ്പോൾ. ഉം. അപ്പോൾ അത് നമുക്ക് അഡ്മിഷൻ എടുത്തു കൊടുക്കാൻ പറ്റുന്നത് തന്നെ ഭയങ്കര വലിയൊരു നേട്ടമായിട്ട് നമ്മൾ കാണണം. അതിന് ഈ പറഞ്ഞ വലിയ രീതിയിലുള്ള ഒരു എൻട്രൻസ് റിക്വയർമെന്റ് വരുന്നില്ല. ഒരു മിനിമം കട്ട് ഓഫ് പെർസെൻറ്റേജ് ആസ് സച്ച് ഒരു 60 എബവ് എന്നുള്ളൊരു കട്ട് ഓഫ് പല യൂണിവേഴ്സിറ്റീസും പറയാറുണ്ട്. പിന്നെ ആസ് ഓരോ കോഴ്സ് അനുസരിച്ച് IELTSന്റെ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ അതും അല്ലേ? ക്രൈറ്റീരിയ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ. അപ്പോൾ നമ്മൾ തുടങ്ങുന്ന സമയത്ത് IELTS വേണ്ടായിരുന്നു, മാർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നില്ല, I see. GRE GMAT ഉണ്ടായിരുന്നില്ല. അങ്ങനെ കോമ്പറ്റീഷൻ കൂടിയപ്പോ ഈ പറഞ്ഞ ക്രൈറ്റീരിയ കൂട്ടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഓരോ ഇൻടേക്കും ക്രൈറ്റീരിയ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ പറയാണ് ദേ ഇപ്പൊ IELTS ഇല്ല, ഇപ്പൊ അപ്ലൈ ചെയ്തോ എന്ന് പറയുമ്പോൾ ആർക്കും അത്രയ്ക്ക് അങ്ങ് വിശ്വാസം വരില്ല. പക്ഷെ അടുത്ത ഇൻടേക്ക് അവർ വരുമ്പോൾ IELTS ആയി ഉണ്ടാവും. അപ്പൊ ഈ ഇൻടേക്ക് അവർക്ക് തോന്നണല്ലോ അപ്ലൈ ചെയ്യാനായിട്ട്. അങ്ങനെ തോന്നി അപ്ലൈ ചെയ്യുന്നവർക്ക് ആ റൂളിൽ പോകാൻ പറ്റും. അടുത്ത ഇൻടേക്ക് വരുമ്പോൾ കണ്ടീഷൻ മാറും. ഇപ്പൊ പല യൂണിവേഴ്സിറ്റീസും 60 എന്നുള്ളത് 70 ആക്കി, IELTS 6 എന്നുള്ളത് 7 ആക്കി. അങ്ങനെ ക്രൈറ്റീരിയ കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ നമ്മൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരുപാട് പേരെ നമുക്ക് വിടാൻ പറ്റിയിട്ടുണ്ട് ഈ ഫ്രീ ഫ്രീ എഡ്യൂക്കേഷനിൽ. പിന്നെ ഇവിടെ ജസ്റ്റ് പാസ് ഉള്ള ആൾക്കാർ, സ്റ്റുഡൻസ് ജസ്റ്റ് പാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 40% 45% ഉള്ള സ്റ്റുഡൻസ് വരുമ്പോഴും നമ്മൾ പബ്ലിക് യൂണിവേഴ്സിറ്റി തന്നെ അഗെയിൻ UG ഓപ്ഷൻസ് കൊടുക്കും. അതായത് ഡിഗ്രി, വീണ്ടും ഡിഗ്രി. ഡിഗ്രിക്ക് മാർക്ക് കുറവുള്ളവർക്ക് ഇവിടെ ഒരു സ്ഥലത്തും അഡ്മിഷൻ കിട്ടില്ല, ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടില്ല. ആ സ്റ്റുഡൻസിന് വരെ നമ്മൾ ഓൾമോസ്റ്റ് ഫ്രീ എഡ്യൂക്കേഷൻ തന്നെ അഡ്മിഷൻ എടുത്തു ഈ കൊടുക്കും. ജർമ്മനി അല്ലെങ്കിൽ അങ്ങനത്തെ കൺട്രീസിൽ മാക്സിമം നമ്മൾ PG ട്രൈ ചെയ്യും. ചിലപ്പോൾ PG കിട്ടിയില്ലെങ്കിൽ നമുക്ക് അഗെയിൻ ഒരു UG തന്നെ നമ്മൾ അഡ്മിഷൻ എടുത്തു കൊടുക്കും. പക്ഷെ പുറത്ത് നല്ല യൂണിവേഴ്സിറ്റി പഠിക്കാലോ അറ്റ്ലീസ്റ്റ്. എൻട്രി കിട്ടി നല്ല യൂണിവേഴ്സിറ്റിയിൽ അവർക്ക് UG പഠിക്കാൻ വേണ്ടി. 12ന്റെ മാർക്സിന്റെ ബേസിൽ 12ന്റെ മാർക്കിന്റെ ബേസ് അല്ല, അവർക്ക് ആ ക്രെഡിറ്റ്സ്, അതായത് അവർ നോക്കുന്നത്, അതായത് അഡ്മിഷൻ ക്രൈറ്റീരിയ നോക്കുന്നത് അവർക്ക് 3 ഇയർ ഡിഗ്രിയുടെ ക്രെഡിറ്റ് ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് അഡ്മിഷൻ കിട്ടി സെറ്റിൽ ആക്കാനും നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ മാർക്ക് ബേസിലല്ല നമ്മുടെ സ്കോളർഷിപ്പ് സീറ്റ് വരുന്നത് എല്ലാ യൂണിവേഴ്സിറ്റിയിലും. ചില യൂണിവേഴ്സിറ്റിയിൽ ക്രൈറ്റീരിയ കൂടുതലായിരിക്കും. പക്ഷെ നമുക്ക് വരുന്ന എൻക്വയറീസ് അനുസരിച്ച് നമ്മളുടെ എക്സ്പീരിയൻസിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ അപ്ലൈ ചെയ്ത് ഏത് മാർക്കുള്ളവർക്കും അഡ്മിഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആ ഒരു എക്സ്പീരിയൻസ്ഡ് ടീമിന്റെ ഒരു ഇതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, അച്ചീവ്മെന്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. സോ ഇതിലിപ്പോ സ്റ്റുഡൻസിന്റെ കേസ് പറയുമ്പോൾ ഒരുപാട് ഫാമിലീസും ഇങ്ങനെ അറ്റ് എ ടൈം ഒരുമിച്ച് പോകാനായിട്ട് നമ്മളുടെ ഓഫീസിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളുടെ വീഡിയോസും പല കാണാറുണ്ട് സക്സസ് സ്റ്റോറീസ് ആയിട്ട്. സോ അങ്ങനെ ഫാമിലീസ് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്താണ് മാമിന്റെ ഒരു ഫീലിംഗ്? നമുക്ക് ഇപ്പോഴത്തെ കറന്റ് റൂളിൽ നമുക്ക് സ്വീഡൻ മാത്രമാണ് ഒരുമിച്ച് ഫാമിലി ആയിട്ട് വിടാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാ കൺട്രീസും അവിടെ സ്റ്റുഡന്റ് എത്തിയതിന് ശേഷം അവരുടെ RP കാർഡ് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഇവിടെ നിന്ന് നമുക്ക് അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജർമ്മനി, ഓസ്ട്രിയ പോലുള്ള സ്ഥലങ്ങളിലും ഫാമിലി വിസ അവൈലബിൾ ആണ്. പക്ഷെ സ്റ്റുഡന്റ് എത്തിയതിന് ശേഷം മാത്രമാണ് പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഒരുമിച്ച് പോകണം നിർബന്ധമുള്ളവരാണെങ്കിൽ ടൂറിസ്റ്റ് വിസയിലൊക്കെ അക്കമ്പനി ചെയ്യാൻ പറ്റും. പക്ഷെ അല്ലാതെ നമുക്ക് ഒരുമിച്ചുള്ള ഓപ്ഷൻ സ്വീഡനിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. UK ഉണ്ടായിരുന്നതൊക്കെ അവർ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പോലുള്ള കൺട്രീസിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതൊക്കെ നല്ല ക്രൈറ്റീരിയ കൂടുതലായിരിക്കും. അത്രയും ഫിനാൻഷ്യൽ ബാക്കപ്പും ബാക്ക്ഗ്രൗണ്ടും ഇൻകവും ഉള്ളവർക്ക് മാത്രം പറ്റുന്ന കാര്യങ്ങളാണ്. ഇനിഷ്യലി നമ്മൾ ഒരുപാട് പേരെ വിട്ടിരുന്ന സ്ഥലങ്ങളാണ്. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷൻ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. റൂൾ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് അത് അത്ര റെക്കമെൻഡ് ചെയ്യാൻ എല്ലാവർക്കും ഈസി അല്ല. പിന്നെ നമ്മൾ കാനഡ മൈഗ്രേഷൻ ചെയ്തിരുന്ന സമയത്ത് എല്ലാവരെയും ഫാമിലി ആയിട്ട് വിട്ടിരുന്നതാണ്. ആ ഒരു സിറ്റുവേഷൻ ഒക്കെ ഇപ്പൊ ഭയങ്കര ടഫായി. അപ്പൊ ഓരോ വർഷം കൂടുന്തോറും മുന്നോട്ട് പോകും തോറും നമുക്ക് പുതിയ ചലഞ്ചസ്, ഓരോ കൺട്രിയുടെയും റൂൾസും കാര്യങ്ങളൊക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നമ്മൾ റിസർച്ച് ചെയ്ത് എങ്ങനെ അഫോർഡബിൾ ആയിട്ടും ഈസി ആയിട്ടും സ്റ്റുഡൻസിന് ഒരു അഡ്മിഷൻ എടുത്തു കൊടുക്കാം എന്നുള്ളതിൻ്റെ ഒരു റിസർച്ച് പ്രോസസ്സിലാണ് നമ്മളിപ്പോഴും ഉള്ളത്. എന്നും നമ്മളുടെ ടീം ഒരു എന്താ പറയുക, ഒരു കണ്ടിന്യൂസ് ലേണിങ്ങിന് എന്നോടൊപ്പം സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു ടീം ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇതൊക്കെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതും സ്റ്റുഡൻസിനെ എത്തിക്കാൻ പറ്റുന്നതും. സോ ഈ ഒരു നേരത്തെ ചെറുതായിട്ട് പറഞ്ഞു പോയതാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ. ഒരു സ്റ്റുഡൻറ്റ് ഫസ്റ്റ് എൻക്വയറിക്ക് ഓഫീസിൽ വരുന്നത് വേഴ്സസ് ആളുടെ ഒരു വിസ കിട്ടി ഒരു കൺട്രിയിൽ എത്തി കഴിഞ്ഞിട്ടുള്ള ആ ഒരു
ട്രാൻസ്ഫർമേഷൻ. അപ്പൊ അങ്ങനെ വളരെ എന്താ പറയാ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സ്റ്റുഡന്റ്സിന്റെ കഥകൾ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എനിക്ക് പെട്ടെന്നൊരു സ്റ്റുഡന്റിന്റെ കേസ് ഓർമ്മ വന്നത്, ഉം. ഒരു 40യുടെ അടുത്ത് ഏജ് ഉണ്ട്. ഉം. തൃശ്ശൂരുള്ള എല്ലാ കൺസൾട്ടൻസിയിലും അപ്രോച്ച് ചെയ്തപ്പോൾ റിജക്ട് ചെയ്തു. ഓ, ഏജ് കൊണ്ടാണോ? ഏജ് ഈ ഏജിൽ ഒന്നും അഡ്മിഷൻ പോസിബിൾ കിട്ടില്ല അല്ല. എന്ന് പറഞ്ഞ് ഓ. പോസിബിൾ അല്ല എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തു. ഓക്കെ. എന്നിട്ട് ഫൈനലി നമ്മൾ ആളെ ആക്സെപ്റ്റ് ചെയ്ത് അഡ്മിഷൻ കൊടുക്കാന്നുള്ള ഒരു പ്രോമിസ് കൊടുത്തത്. ആൾക്ക് അത്യാവശ്യം മാർക്ക് 60% മാർക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. ഏജ് മാത്രമാണ് ഒരു കണ്ടീഷൻ ഇതായിട്ടുള്ളത്. പക്ഷെ നമ്മളത് നോക്കിയില്ല. കാരണം പ്രൊഫൈൽ നല്ലതാണ്, 60% മാർക്ക് ഉണ്ട്. ഞാൻ ഏജ് കൺസിഡർ ചെയ്തില്ല. അപ്പോൾ കിട്ടുമോ എന്നുള്ള ഭയങ്കര, പക്ഷെ ആൾക്ക് പോണം എന്നുള്ള ഉറച്ച ആഗ്രഹത്തിലാണ് വന്നേക്കണത്. അത് കണ്ടപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ടൊന്നും ചിന്തിച്ചില്ല. അത് ഏകദേശം ഒരു 22 ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ ആള് ഭയങ്കര സന്തോഷമായിട്ടാണ് നമ്മളുടെ ഓഫീസിൽ വന്നത്. നമ്മൾ എടുക്കാന്ന് പറഞ്ഞപ്പോൾ പിന്നീടുള്ള ആളുടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ അവിടെ ജർമ്മനിയിലാണ് ആൾ എത്തിയത്. അപ്പോൾ ഇവിടെ ഒരു ഫാമിലി ഉണ്ട്, ജർമ്മനിയിൽ ആൾ എത്തി. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ജർമ്മനി വിസിറ്റ് ചെയ്തപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആളവിടെ ടെസ്ലയിൽ ജോലിക്ക് കയറി. ആളൊരു കണ്ടന്റ് ക്രിയേഷനിലും ആക്റ്റീവായി വന്നു തുടങ്ങി. അപ്പോൾ വന്ന ആ ഒരു എനിക്ക് ആളുടെ റീൽസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആൾ ഇനീഷ്യലി വന്ന ആ ഒരു സ്റ്റേജും ഇപ്പോഴത്തെ ആ ഒരു ട്രാൻസ്ഫോർമേഷനും ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യണം. പിന്നെ അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ആൾക്ക് അവിടെ എത്തണം എന്നുള്ളൊരു അതിശക്തമായ ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് നമുക്കും സപ്പോർട്ട് ചെയ്യാൻ തോന്നണതും. ആൾ ഡൗട്ട്ഫുൾ ആയിട്ടല്ല വരുന്നത്, പക്ഷെ ആള് നമുക്ക് ടെസ്റ്റിമോണിയിൽ തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും റിജക്ട് ചെയ്ത ഫയലായിരുന്നു എൻ്റെ, നിങ്ങൾ മാത്രമാണ് എന്നെ ആക്സെപ്റ്റ് ചെയ്ത് എടുക്കാൻ സമ്മതിച്ചത്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റുഡൻസിനെയൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വേറെ സ്റ്റുഡന്റ് ഇതുപോലെ വന്നു. നമ്മൾക്ക് ഹോസ്പിറ്റാലിറ്റി കോഴ്സ് കഴിഞ്ഞ ആളായിരുന്നു. ഹോസ്പിറ്റാലിറ്റി തന്നെ മാസ്റ്റേഴ്സ് നമ്മൾ എടുത്തു കൊടുത്തു. എവിടെയായിരുന്നു? അത് ഫ്രാൻസിൽ തന്നെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ബിസിനസ് സ്കൂളിൽ നമ്മൾ എടുത്തു കൊടുത്തു. ആള് പിന്നീട് ഫാമിലിനെയും കൊണ്ടുപോയി. അപ്പോൾ ഫാമിലി അവിടെ എത്തിയതിന് ശേഷം അവരുടെ തന്നെ ഒരു റിസർച്ചിൽ അവർ ഫുൾ ഫാമിലിക്ക് അവിടുത്തെ വർക്ക് പെർമിറ്റ്, പിന്നെ PR, പാസ്പോർട്ടൊക്കെ അപ്ലൈ ചെയ്ത് അവരെടുത്തു. അപ്പം അങ്ങനെ ഇവിടുന്ന് പോകുമ്പോൾ ജസ്റ്റ് ഒരു സ്റ്റഡി എന്നുള്ള നിലയ്ക്ക് നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്ന ഒരു ഫാമിലി ആയിരുന്നു അത്. പക്ഷെ അത് വളരെ ഫാസ്റ്റായിട്ട് അവർക്ക് PR-ലൊക്കെ എത്താൻ പറ്റി. അപ്പൊ ആ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് പെട്ടെന്ന് തന്നെ, അത് അവരുടെ കഴിവിലാണ് അവരവിടെ എത്തി റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചായത്. അപ്പൊ അങ്ങനത്തെ നല്ല രീതിയിൽ സെറ്റിൽ ചെയ്ത ഫാമിലികളും നമുക്ക് ഇടയ്ക്ക് അതൊരു സക്സസ് സ്റ്റോറി എന്നുള്ള ലെവലിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. യെസ്, ഓക്കെ. സോ ഇതുപോലെ ഏതെങ്കിലും ഫണ്ണി സ്റ്റോറീസ് ആയിട്ടുണ്ടോ? ഏതെങ്കിലും സ്റ്റുഡൻസ് ബൈ ബൈ എന്താ പറയാ റാൻഡം ആയിട്ട് ഒരു ഒരു എന്തെങ്കിലും സ്റ്റോറി പറയാനുണ്ടോ? ചിലപ്പോൾ വിസ കിട്ടിക്കഴിയുമ്പോഴായിക്കോട്ടെ നമ്മൾ അറിയണേ, അവരോട് നമ്മളെ പറ്റി എങ്ങനെയാ അറിഞ്ഞേന്നൊക്കെ ചോദിച്ചൊരു ടോക്ക് വരുമ്പോൾ, +2ന്റെ റിസൾട്ട് വന്നപ്പോൾ മാർക്ക് ലിസ്റ്റ് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുക്കാൻ വേണ്ടി നമ്മളുടെ ബിൽഡിങ്ങിലേക്ക് വന്നു. അപ്പോൾ ജസ്റ്റ് ഒരു എൻക്വയറി നടത്താന്ന് വെച്ച് നമ്മുടെ ബോർഡ് കണ്ടപ്പോൾ എന്ന് കയറി നോക്കാം, സ്റ്റഡി അബ്രോഡ് എന്നൊക്കെ കാണുന്നുണ്ട്, സ്പാൻ ഇന്റർനാഷണൽ എന്നൊക്കെ കാണുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് അറിയാം എക്സ്പെൻസ് ഒക്കെ എത്രയാണെന്ന് അറിയാമെന്ന് വിചാരിച്ച ഒരു സ്റ്റുഡൻറ്റ് ഇന്ന് ഓസ്ട്രേലിയൻ സിറ്റിസനാണ്. ഓക്കെ. 2008ലാണ് നമ്മൾ വിട്ടത്. ആള് പെട്ടെന്ന് തന്നെ കോഴ്സൊക്കെ കഴിഞ്ഞ് സിറ്റിസൺഷിപ്പ് ഒക്കെ കിട്ടി. പക്ഷെ അതിന്റെ സ്റ്റോറി, ആള് ഇവിടെ എത്താനുള്ള കാരണം +2 മാർക്ക് ലിസ്റ്റ് ഫോട്ടോ കോപ്പി എടുക്കാൻ വന്നതാ. ആൾക്ക് യാതൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതായത് ബാച്ചിലേഴ്സിനാണോ? ബാച്ചിലേഴ്സിന് 12th കഴിഞ്ഞിട്ട് നേരെ പോയത് ബാച്ചിലേഴ്സിന്. പിന്നെ അതുപോലെ ഒരു സ്റ്റുഡന്റിനോട് ചോദിച്ചപ്പോൾ ജൂബിലി മിഷനിൽ വർക്ക് ചെയ്യണ നേഴ്സായിരുന്നു. നേഴ്സ് ഇങ്ങനെ നടക്കാറിങ്ങിയപ്പോൾ കല്യാൺ സിൽക്സിന്റെ മുന്നിൽ കൂടെ പോയപ്പോൾ നമ്മുടെ ബോർഡ് കണ്ടു. അപ്പോൾ ആളുടെ മനസ്സിലിങ്ങനെ എബ്രോഡ് പോകണം, കാനഡയ്ക്ക് പോകണം എന്നൊരു ആഗ്രഹം കിടക്കുന്നുണ്ടായിരുന്നു. നടന്നു പോയപ്പോൾ ബോർഡ് കണ്ടപ്പോൾ ഒന്ന് കയറി. അപ്പോൾ ആള് പോലും അറിഞ്ഞില്ല, വിത്തിൻ 1 ഇയർ നമ്മൾ ഫാമിലിയായിട്ട് PR-ൽ അവിടെ എത്തിച്ചു. 2011ലാണ് ആ സംഭവം പറഞ്ഞത്. അപ്പം ജസ്റ്റ് ബോർഡ് കണ്ടൊന്ന് എൻക്വയറി ചെയ്യാമെന്ന് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. വിസ കിട്ടിയപ്പോൾ ആള് പറഞ്ഞത്, ഞാൻ പോലും അറിയാതെ എൻ്റെ ഒരു വിസ, കാനഡ വിസ കണ്ടപ്പോൾ ആൾക്ക് ഒട്ടും സ്ട്രെസ് അറിഞ്ഞില്ല. ആളവിടെ ജോലിക്ക് പോകുന്നു, വരുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ, പേപ്പർ വർക്ക് നമ്മളിവിടെ പാരലായിട്ട് ചെയ്യുന്നു. പിന്നെ ഇതുപോലെ വേറെ സ്റ്റുഡൻറ്റ് പറഞ്ഞ കഥ, ആ ഗൂഗിൾ മാപ്പിൽ IELTS സെൻറ്റർ സെർച്ച് ചെയ്തതാ. അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തൊരു IELTS സെൻറ്റർ ഉണ്ടായിരുന്നു, IELTS കോച്ചിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഇട്ട് എത്തിച്ചത് നമ്മുടെ ബിൽഡിങ്ങിലാണ്. അപ്പോൾ നമ്മളുടെ ബിൽഡിങ്ങിലൊന്ന് കയറി നോക്കിയപ്പോൾ സ്പാൻ ഇന്റർനാഷണൽ കണ്ടു. നമ്മളോടൊന്ന് ചോദിക്കാം, IELTS കോച്ചിങ്ങിനെ പറ്റി ഒന്ന് ചോദിക്കാന്ന് വെച്ച് കയറിയതാ. അപ്പോൾ സ്റ്റുഡന്റിന്റെ വീട് ഇടുക്കിയിൽ അങ്ങാണ്ടാണ്. ഇടുക്കിന്ന്
ആളെങ്ങനെയോ ഇവിടെ ഏതോ ഒരു ആവശ്യത്തിന് തൃശ്ശൂർ വന്നതാ. അപ്പോൾ ഗൂഗിൾ മാപ്പ് എത്തിച്ചാണ് നമ്മുടെ ഓഫീസിൽ വന്നത്, എൻ്റെ മുമ്പിലായിരുന്നു. അപ്പോൾ ആള് പറയും ചെയ്തു എന്നോട്, ഇങ്ങനെ IELTS വേണ്ടി എൻക്വയറി ചെയ്തപ്പോഴാണ് നിങ്ങളുടെ ഓഫീസ് കണ്ടതെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ IELTS പഠിക്കണേ? അപ്പോൾ പറഞ്ഞു, അങ്ങനെ എബ്രോഡ് പ്ലാൻ ഉണ്ട്, വിത്തൗട്ട് IELTS നമ്മൾ ജർമ്മനിയിൽ എത്തിക്കാം. അന്ന് IELTS വേണ്ടായിരുന്നു, 2018 കാലഘട്ടത്തിലായിരുന്നു അത്. വിത്തൗട്ട് IELTS ആൾക്ക് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് SRHൽ, ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി SRHൽ നമ്മൾ അഡ്മിഷൻ എടുത്തു കൊടുത്തു. അപ്പോൾ നമ്മൾ വഴിതെറ്റി വന്നാലും കറക്റ്റ് ഗൈഡൻസ് കൊടുത്ത് സ്റ്റുഡൻറ്റിനെ അവരുടെ ഏറ്റവും നല്ല ഡെസ്റ്റിനേഷനിൽ എത്തിക്കും. ആ ഡെസ്റ്റിനേഷൻ നമ്മൾ സജസ്റ്റ് ചെയ്യാണ്, അവർക്ക് പറ്റിയ, അവർക്ക് സെറ്റിൽ ആവാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും അത്. അത്രയും എന്നാ വലിയ ടാസ്കുകൾ ഇല്ലാതെ അല്ലേ, വലിയൊരു വലിയ അവർക്ക് paperwork ഒന്നും ഉണ്ടായില്ല. IELTS പഠിച്ച ആ ഒരു ടൈം പോലും അവർക്ക് കളയേണ്ടി വന്നില്ല എന്നുള്ളതാണ്. പെട്ടെന്ന് ഓർമ്മ വന്നതാണ് കുറച്ച്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരു കാണ്ടമായിട്ട് സ്റ്റോറീസ് പറയാനുണ്ടാവും. പക്ഷേ വി വിൽ സേവ് ദാറ്റ് ഫോർ ദ നെക്സ്റ്റ് പാർട്ട്. ബിക്കോസ് എനിക്ക് ഇപ്പം ഇന്ന് നമ്മൾ കുറേ, അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഒരുപാട് ആ ഒരു ജേണി അറിഞ്ഞു, എങ്ങനെ ഒരു വീട്ടമ്മയിൽ നിന്ന് ഒരു CEO ആയി മാറിയ ആ ഒരു കഥയും, അതുപോലെ ആ ഒരു മൊത്തം ജേണിയിലുള്ള ഓരോ ചാലഞ്ചസും കുറച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. യെസ്, സോ എന്ത് തോന്നുന്നു ഇത്രയും ഇങ്ങനെ ഒരു ജേണിയൊക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഈ ഒരു സമയത്ത്? ഹൗ ആർ യു ഫീലിംഗ്? ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ 18 വർഷം ഒന്നിങ്ങനെ റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലല്ലേ, പെട്ടെന്ന് ഓർമ്മ വന്ന 2-3 സ്റ്റോറി പറഞ്ഞു, പക്ഷെ ഒരുപാട് സ്റ്റോറികളുണ്ട് നമ്മുടെ. ഒരുപാട് സ്റ്റുഡൻസിന്റെ മുഖം ഇങ്ങനെ മുന്നിലൂടെ ഇങ്ങനെ പോകുന്നുണ്ടാവും അല്ലേ, റീൽസിലൊക്കെ കാണുന്ന പോലെ. ഒരുപാട് സ്റ്റുഡൻസ്, കാരണം ഞാൻ തന്നെ നേരിട്ട് ഡീൽ ചെയ്ത സ്റ്റുഡൻസ് ആണല്ലോ കൂടുതലും. ആദ്യത്തെ ഒരു 10 വർഷം കംപ്ലീറ്റ്ലി 100% ഞാൻ തന്നെ ഡീൽ ചെയ്ത സ്റ്റുഡൻസ് ആയിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ ടീമൊക്കെ വന്ന് അങ്ങനെ ഞാൻ ഡെലിഗേഷൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ പല ഫേസും ഓർമ്മ വരുന്നുണ്ട്. പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ പെട്ടെന്ന് പറ്റില്ല, എന്നാലും പതുക്കെ പതുക്കെ പറയാം. ഓസം. സോ ഇതുപോലെ കൂടുതൽ സ്റ്റുഡൻറ് സ്റ്റോറീസ് ഒരുപാട് എനിക്ക് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. ബിക്കോസ് എന്താ പറയുക, ഇതിൻ്റെ കൂടെ ഒരു പേഴ്സണൽ കാര്യം കൂടി പറയട്ടെ. ഓരോ ദിവസവും വീട്ടിൽ വരുമ്പോൾ പണ്ട് അമ്മ ഇങ്ങനെ ഓരോ സ്റ്റുഡൻസിൻ്റെ കഥകൾ ഇങ്ങനെ പറയും. അത് കേൾക്കാൻ ഭയങ്കര രസമാണ്. കാരണം അവരുടെ ഓരോ ആ ഒരു ഫുൾ ജേണി ഉണ്ടല്ലോ, നമുക്കൊരൊറ്റ ഒരു 5 minutes കോൺവെർസേഷനിൽ നമുക്ക് ആ ഒരു പിക്ചർ കിട്ടും. അപ്പോൾ അത് ഐ റിയലി വോണ്ട് ദ വേൾഡ് ഓൾസോ ടു ലിസൺ ദാറ്റ്, ബിക്കോസ് സം ഓഫ് ദം ആർ വെരി വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ് ഇൻ ജനറൽ. സോ അതുപോലെ കൂടുതൽ കാര്യങ്ങൾ ഐ തിങ്ക് വി ഷുഡ് സേവ് ഇറ്റ് ഫോർ ലേറ്റർ അല്ലേ. ഈ ഒരു ഒറ്റ എപ്പിസോഡിൽ ഒതുങ്ങുന്നതല്ല അങ്ങനത്തെ കാര്യങ്ങളും. അതുപോലെ തന്നെ ഐ വുഡ് ഓൾസോ വോണ്ട് ടു ആസ്ക് യു, സ്മിത ഷാജി, ആസ് എ ലീഡർ, ആസ് എ വിഷണറി, ആൻഡ് വാട്ട് ഇസ് പാൻ ഇന്റർനാഷണൽ എയിമിംഗ് ഫോർ ഇൻ ദ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ചറിയാം ഇൻ അനദർ എപ്പിസോഡ് അല്ലേ. യെസ്, ഓക്കെ. അപ്പോൾ അടുത്ത ഒരു അടിപൊളി എപ്പിസോഡിൽ കാണാം എന്നുള്ള ഒരു ശുഭവിശ്വാസത്തോടുകൂടി ഞാൻ ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാനിപ്പോൾ കീർത്തന ഓരോന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ ഫസ്റ്റ് ഡേ ഓഫീസ് സ്റ്റാർട്ട് ചെയ്ത് മുതൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എനിക്കിപ്പോൾ ഇത് കേൾക്കുന്നവര് പലരും നമ്മൾ വഴി പോയി സെറ്റിലായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നാട്ടിൽ വരുമ്പോൾ അവരെയൊക്കെ ഒന്ന് കണ്ടാൽ വളരെ സന്തോഷമായിരിക്കും. കാരണം പലരുടെയും കാര്യങ്ങൾ ഇപ്പോൾ ഓർമ്മ വന്നു. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ, അവരെ കാണാനുള്ള ഒരു ഇൻട്രസ്റ്റും കൂടെ ഇതൊക്കെ ഓർക്കുമ്പോൾ ഈ ഒരു കോൺവെർസേഷൻ കഴിഞ്ഞപ്പോൾ തോന്നി. ഓസം. അപ്പോൾ എല്ലാവരും ഈ ഹു ആർ വാച്ചിങ് ദി എപ്പിസോഡ് നമ്മളുടെ സ്മിത മാമിൻ്റെ മുഖം കണ്ട ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് അസ് ഓൺ സ്പാൻ ഇന്റർനാഷണൽ ഇൻസ്റ്റഗ്രാം പേജ് സോ ദാറ്റ് വി കെൻ അറേഞ്ച് എ മീറ്റിംഗ് വിത്ത് ദിസ് ബ്യൂട്ടിഫുൾ പേഴ്സൺ റൈറ്റ് ഹിയർ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഓർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് us know in the comments below, or you can even DM us on our Instagram page as well. So yes, I will see you in the next episode, because നമ്മൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ കോൺവെർസേഷൻസും ആയിരിക്കും നമ്മളുടെ അടുത്തടുത്ത എപ്പിസോഡുകൾ വരുന്നുണ്ടാവുക. സോ ദിസ് ഇസ് സ്റ്റഡി അബ്രോഡ് അൺഫിൽറ്റർഡ് വിത്ത് കീർത്തന. I'll see you in the next episode.